മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിന് ചുറ്റും ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനിലൂടെ അച്ഛൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും വചനവും നമ്മുടെ ഹൃദയത്തിൽ അത് വിശുദ്ധീകരണത്തിന് കാരണമാകുവാനും നമ്മളെ ഒരു പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുവാനും അത് ഇടയാക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിളക്കിൻ നടുവിൽ ഭാരത്തു പൊൻകച്ചയണിഞ്ഞും ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, കൈകളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചൊരുപാട് ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി, യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ. കർത്താവേ, ഇന്നേ ദിവസം ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും
സൗഖ്യവും ദൈവ സാന്നിധ്യവും ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. നമുക്ക് ദൈവസ്നേഹത്തോട് ഉച്ചത്തിൽ പാടാം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാനും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന. കർത്താവേ, ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉടമ്പടി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ അനുഭവം ഓരോ ഉടമ്പടി ആരാധന വെളിപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൈകൾ ഉയർത്തി ഗായക സംഘത്തോടൊപ്പം പാടാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ മൗനമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളിലൊക്കെയും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങ് പ്രകടമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ആലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കാതെ, മാധ്യസഹായത്തിന്റെ തണൽ ലഭിക്കാതെ പോകാതിരിക്കുവാൻ ഇടവരുത്തണമേ. ദൈവമേ, ആരാധന നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈ ആരാധന നിമിഷങ്ങളൊക്കെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ എന്നും, പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്നും, വചനം ശ്രവിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ആയിരിക്കാം. ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിന്റെ ജനനത്തിന്റെ നാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി മാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധനകള് പരിശുദ്ധ അമ്മയെ പോലെ വിശ്വസ്തതാപൂർവം വചനം ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ആദ്യ സഭവാണിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചത്. യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. കൈകൾ ഉയർത്തി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. പരിശുദ്ധമേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ അനുഭവം ഓരോ ഉടമ്പടി ആരാധനയിലൂടെ അനേകരുടെ ജീവിതങ്ങളിലേക്ക് എത്തുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക വെളിപ്പെടുത്തലുകൾ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം പ്രത്യേകം വിധം ഈ ആലയത്തിലായിരിക്കുവാനും ഈ ഉടമ്പടി ആരാധനയിൽ പങ്കുകാരാകുവാനും ഇടവരുത്തിനോട് നന്ദി പറയുന്നു.
നീ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി തരണമേ എന്ന് ഞങ്ങൾ ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡനങ്ങളേറിടുമ്പോൾ, സന്തോഷത്തോടെ ഉച്ചത്തിൽ പാടാം. പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി ആരാധിക്കുമേ. സന്തോഷത്തോടെ പാടാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം ഈ സമയ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും വിശുദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ വ്യക്തിപരമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടെ നമുക്കറിയാമല്ലോ, ഉടമ്പടി ഒരു പ്രാർത്ഥനാ രൂപം എന്നതിനേക്കാളുപരി ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനാ പദ്ധതിയാണ്. എന്താണ് ഉടമ്പടി? ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനാ പദ്ധതി. അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനയാണ്. ഇത് ക്രാക്കാകണത് നമ്മൾ അത് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്, പ്രവർത്തിക്കുമ്പോഴാണ്. ബൈബിൾ പറയണത് 3 തരത്തിൽ നമുക്ക് ഉടമ്പടിയെ സമീപിക്കാമെന്ന് പറയണം. 3 തരത്തിൽ പ്രവർത്തിക്കാം. നമുക്കറിയാമല്ലോ, എൻ്റെ ബേസിക് ടേം എന്താണ്? ഉടമ്പടിയെ അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ പറയണത് പോലെ ജീവിക്കുക, ചെയ്യുകയാണ് ഉടമ്പടി. ഇനി ഈശോ പറയണ പോലെ ഈ യോഹന്നാൻ 2:5 അത് വചനം ഒന്നിന് വായിച്ചേ. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇതിൻ്റെ ആദ്യ വെളിപാടെന്ന് പറഞ്ഞത്, ഇതിൻ്റെ കന്യ വെളിപാടായിട്ട് നമുക്ക് ആദ്യം അമ്മ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള സാഹചര്യം, കുടുംബത്തിൻ്റെ ഒരു ഇല്ലായ്മയുടെ സാഹചര്യമാണ്. ഉടമ്പടി കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന, എന്ത് തരത്തിലുള്ള ഇല്ലായ്മയായാലും അത് പരിഹരിക്കുന്ന ഒരു പദ്ധതിയാണ്. കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി. അപ്പോൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം, അവരൊരു അപമാനകരമായ പ്രശ്നം അനുഭവിക്കാൻ പോയിരുന്നു. നാട്ടുകാരവരെ ക്ഷണിച്ച് വരുത്തിയവരെ അപമാനിച്ച് വരേണ്ട ഒരു അവസ്ഥ വന്ന് വീഞ്ഞ് തീർന്നു പോയി. അപ്പം അങ്ങനെ ഒരു മാനസിക പ്രയാസമുണ്ട്. അത് ശാരീരിക പ്രയാസവും രോഗവും കാര്യങ്ങളൊന്നും അല്ല, ഒരു മാനസിക പ്രശ്നമാണ് കുടുംബത്തിലെ മാതാവ് ആദ്യം അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ ഭ്രാന്തല്ലേ മനസ്സിലുണ്ടാകുന്ന പ്രശ്നം. ഇപ്പോൾ ഒരു പരാജയം വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ? പരീക്ഷയ്ക്ക് തോറ്റാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. പരീക്ഷയ്ക്ക് തോറ്റാൽ എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാകുന്നത്? പരീക്ഷയ്ക്ക് തോറ്റെന്നുള്ളത് പ്രയാസം, അത് നമ്മുടെ സ്വകാര്യമാണ്, അത് നമുക്ക് തന്നെ സഹിച്ച് തീർക്കാം. ഇതില്ല, ആൾക്കാർ നമ്മളോട് ചോദിക്കത്തില്ലേ, ജയിച്ചില്ല എന്ന് ചോദിക്കത്തില്ലേ? അപ്പം സമൂഹം അടിച്ചേൽപ്പിക്കണ ഒരു മാനസിക ആഘാതമുണ്ട്. നാട്ടുകാരെന്ത് പറയുമെന്ന് പറയണില്ല, നാട്ടുകാരെന്ത് പറയും. അപ്പം നമ്മളവർക്ക് നാട്ടുകാരെ വായൊക്കെ പുറത്താൻ പറ്റുക? അതൊക്കെ തിരക്കിയിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടെന്നാണ് പറയണത്, മാതാവ് പറയണത്. നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആൾക്കാരെന്താ നാട് വിട്ടു പോയെന്ന് പറയണത്, ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ അഡ്രസ്സ് പോകും. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ അഡ്രസ്സെന്ന് പറയണത്.
നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ ഫെയിം പോയാൽ നമ്മളെക്കുറിച്ച് വിലയില്ലേ, വിലയും നിലയും എന്നൊക്കെ പറയത്തില്ലേ, ആൾക്കാർ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കണത്, ഇവരെ വിലയും നിലയും ഒക്കെ. അപ്പോൾ എന്തിനാണ് വിലയും നിലയും ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത്? അത് ആണ് നമ്മൾ അവിടെ നമ്മുടെ ഒരു ഭൗതിക സാഹചര്യമാണത്. നമ്മൾ മനുഷ്യരായ മാത്രം പോരാ, നമുക്കൊരു വിലയുണ്ടാകണം, പിന്നെന്താണ്, ഒരു നിലയുണ്ടാകണം. അപ്പോൾ ഇവിടെ വിലയും നിലയും പോകാൻ പോണ അവസ്ഥയാണ്. നാട്ടുകാരവരെ ഈ കനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവിടെ വില പോകുന്നു, അവിടെ നില പോകുന്നു. പക്ഷേ നിൻ്റെ വിലയും നിലയും പോയാൽ അത് മനസ്സിലാക്കുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. അതാണ് ഉടമ്പടി. ഉടമ്പടി നിൻ്റെ നഷ്ടപ്പെട്ടു പോയ വിലയും നിലയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് പാടുക. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുമാത്രം മനുഷ്യരാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വിലയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിലയും ഞങ്ങൾക്ക് അമ്മ തിരിച്ചു തന്നുവെന്ന് നമ്മുടെ സാക്ഷ്യപീഠത്തെ വന്ന് പറയണത്. എല്ലാ ദിവസവും പറയുകയല്ലേ ആൾക്കാരെ? എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ആൾക്കാർ വന്ന് പറയുക, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വില, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നില അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നുവെന്ന്. അപ്പം നമുക്കും പ്രത്യാശിക്കാം, നാളെയോ മറ്റന്നാളോ നിങ്ങളും നിങ്ങളുടെ വില നിലയും തിരിച്ചെടുത്തുകൊണ്ട് ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. അത് ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷ്യം പറയാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെടാൻ പോകുന്നതോ, അപ്പോൾ നഷ്ടപ്പെടാൻ പോകും നമ്മുടെ ഭാവി നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം വരാൻ പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എപ്പോഴും നമ്മുടെ ഭാവിയെ ഇങ്ങനെ സുരക്ഷിതമാക്കണ കാണാം. നിൻ്റെ ഭാവി വർത്തമാനം മാത്രമല്ല, നിൻ്റെ ഭാവിയെ ദൈവം സുരക്ഷിതമാക്കും. ആ വീട്ടിലൊരു ദുരന്തം, അല്ലെങ്കിൽ അമ്മ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. ഇപ്പം ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ്. അത് വ്യക്തിയായാലും ശരി, രാജ്യമായാലും ശരി, ഇനി ഭൂലോകം ആസകരമായാലും ശരി, വരാൻ പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ കൂടി ദൈവം അമ്മയ്ക്ക് ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ, ദുഃഖങ്ങളെ അമ്മ ഇന്ന് പരിഹരിക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ
പറയുന്നതും ചെയ്തിടുവിൻ. ജീവിതം ധന്യമായി തീരും. അതാണ് ഉടമ്പടിയുടെ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ. അതാണ് എന്താണ്? അവൻ പറയുന്നത് പോലെ സ്വരത്തിൽ പറഞ്ഞേ ചെയ്യുവിൻ. ഇത് പുതിയ തലമുറയ്ക്ക് എന്നാ പറ്റി? പണ്ടൊക്കെ ആൾക്കാർ എന്തൊരു ഇടിമുഴക്കം പോലെ ആയിരിക്കും പറയണത്. ഞാൻ ചോദിക്കുന്നതൊക്കെ മറുപടി പറയായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ചോദിക്കുന്ന ഉടമ്പടിയെക്കുറിച്ചുള്ള സാക്ഷരത നിങ്ങൾക്ക് കുറവാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, പഴയ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കണം. കാര്യം ഉടമ്പടിയുടെ ബേസിക് റെവലേഷൻസ് എല്ലാം പഴയ ധ്യാനത്തിലാണ് കിടക്കുന്നത്. ഇതിപ്പോഴുള്ള എല്ലാം അപ്ഡേഷൻസ് അല്ലേ. ബേസിക് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്ഡേഷൻസാണ് ഇപ്പോൾ വരണത്. ഇപ്പോഴുള്ള അപ്ഡേഷൻസിൻ്റെ ഗുണമെന്ന് പറയുന്നത് മേജർ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾസാണ് നല്ലത്. പക്ഷേ ബേസിക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിന് പഴയത് കേൾക്കണം, പഴയ ഉടമ്പടി കേൾക്കണം. അതിനകത്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത് വെളിപാടിൻ്റെ ആദ്യകാലമായത് കാരണം ഭയങ്കര പവർഫുള്ളായിരുന്നു ആ കാലങ്ങളിൽ. ഇന്ന് ആൾക്കാർ അതെല്ലാം അനുഷ്ഠിച്ച് അനുഭവം പ്രാപിച്ചെല്ലാം ആവേശിച്ചവരെ സാക്ഷ്യം പറയുന്നൊരു കാലമാണ്. അപ്പം നിങ്ങൾ പഴയതും പുതിയതും കേൾക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാര്യം എപ്പോഴും ഇപ്പോൾ പുതിയൊരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം നമുക്ക് ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുകയാണ് ഉടമ്പടി അല്ലേ. നമുക്ക് 3 തരത്തിൽ ചെയ്യാമെന്നാണ് രാവിലെ അമ്മ പറഞ്ഞത്. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു പ്രശ്നം, ഇന്നലെ രാത്രി വരെ എൻ്റെ അലച്ചിലാണ്. അടുത്ത പ്രാവശ്യം എന്തായിരിക്കും അമ്മ പറയണത്? ഞാനെപ്പോഴും ജപമാല ചൊല്ലുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉടമ്പടി ധ്യാനത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കണതും ആലോചിക്കണതും. കുർബാന അർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉടമ്പടി ധ്യാനം ഉണ്ടാവും. കുർബാന അർപ്പിക്കുമ്പോഴും അവിടെ അച്ഛന്മാർ കുർബാന ചൊല്ലിക്കണമെങ്കിൽ ഞാൻ കുർബാന കൂടുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അപ്പ ഇപ്പം ക്രിസ്തുവിലൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അപ്പ അപ്പം ഈ കുർബാനയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൊന്നാണ് ദൈവമേ ക്രിസ്തുവിൽ തന്നെ അങ്ങേക്ക് എന്ന് പറഞ്ഞ് കുർബാന പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന സമയത്ത് അപ്പായെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സഭ പറയണത്. അപ്പായെ വിളിച്ച് സഭ പ്രാർത്ഥിക്കണം അപ്പോഴാണ്. അതിനുശേഷമാണ് പിന്നീട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് സഭ പ്രാർത്ഥിക്കുന്നത്. മനോഹരമായൊരു സമയമാണത്, ഒരു വല്ലാത്ത സമയം. ഇപ്പം അപ്പായുടെയൊക്കെ ക്രിസ്തുവിനെ സഭയ്ക്ക് കാഴ്ചവെക്കാനുള്ള ഏറ്റവും വലിയ കാഴ്ച, അതിനേക്കാൾ വലിയൊരു കാഴ്ച ഇനി ഒരു കാലത്തും സഭയ്ക്ക് അപ്പായ്ക്ക് കൊടുക്കാനുണ്ടാകത്തില്ല. എന്താണ്? അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെ രൂപത്തിൽ സാന്നിധ്യം നൽകുന്ന ക്രിസ്തുവിനെ തന്നെ താങ്ക്സ് ഗിവിംഗ് ആയിട്ട്, യുക്രിസ്റ്റായിട്ട്, നന്ദിയായിട്ട്, സ്വത്രബലിയായിട്ട് അപ്പായ്ക്ക് സമർപ്പിക്കാം. അയ്യോ, അതിനുശേഷമാണ് സഭ അപ്പായുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കുർബാനയുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ എപ്പോഴും കുർബാനയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് മനോഹരം തന്നെയല്ല, അത്രയ്ക്ക് ഈടുള്ള അഭിഷേകം. എല്ലാ പ്രാർത്ഥനയ്ക്കും അഭിഷേകം ഉണ്ടെങ്കിലും കുർബാനയുടെ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് അതിനെ ദൈവം ഇനി ഒരിക്കലും കുർബാനയ്ക്ക് പകരം വേറെ ഒന്നും ചെയ്യത്തില്ല. അത്രയ്ക്ക് എല്ലാ മേഖലകളിലും അത് അഭിഷേകമാണ്. അതിൻ്റെ അന്തസത്ത പണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ലത്തിയിലായിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ലത്തീം കുർബാന അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം വത്തിക്കാൻ സുനഹദോസ് കൂടി പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു. അത് മലയാളത്തിൽ ചെല്ലാൻ പറഞ്ഞ്. അപ്പോഴാണ് ഇടിമുഴക്കം ഉണ്ടായത്. മലയാളത്തിൽ ചെല്ലിയപ്പോഴെല്ലാവർക്കും മനസ്സിലായി എന്താണ് നടക്കുന്നത്, അൽത്താരയിൽ എന്താണ് അവർ പാടുന്നത്. കർത്താവെ കനിയണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കർത്താവിൻ്റെ കനിവിങ്ങനെ നിറവായി വരും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വരുന്ന ഒരു സ്രോതസ്സുണ്ട്. അതായത് ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞ് അതിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ രാജാവ് പടയാളികളുടെ കൂടെ ഇവരെ എതിർക്കാൻ വേണ്ടി പോകും. അവരെ പുറകെ നടന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം കൊള്ളയടിച്ച് അവിടുന്ന് രത്നങ്ങളും
സ്വർണങ്ങളുമായിട്ട് രാജാവ് തിരിച്ചു വരുന്ന ഒരു റോമൻ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പം ജനങ്ങൾ പറയും, എന്താണ്, രാജാവ് സ്വർണവും രത്നവുമായിട്ട് നമ്മളെ കൊല്ലാൻ വന്ന ശത്രുക്കളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞിട്ട് അവരുടെ പണ്ടം നമ്മൾ കൊള്ളയടിച്ച് കഴിഞ്ഞിട്ട് ആ കൊള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു ഓരവുണ്ട്. അതാണ് അത് യഹൂദൻ്റെ ജീവിതത്തിൽ അതുണ്ട്. യഹൂദൻ പറയും, കൊള്ള വസ്തുക്കൾ പങ്കിടുന്നവരെ പോലെ ഞങ്ങൾ ആഹ്ലാദിച്ചെന്ന്. അപ്പോൾ നമ്മളോർക്കും കൊള്ള വസ്തുക്കൾ കാണുമ്പോൾ കണ്ടവൻ്റെ മുതൽ കൈയേറിയതിന് ആഹ്ലാദം ഉണ്ടാവുക. യഹൂദിന് ആഹ്ലാദം ഉണ്ടാവും. കാര്യം എന്താണ്, അവൻ്റെ പാർപ്പിടം കൈയേറാൻ വന്നവനെയാണ് രാജാവ് പോയി ആക്രമിച്ചിട്ട് അവൻ്റെ കൊള്ള വസ്തുക്കൾ പങ്കിട്ടുണ്ടോ എന്നിരിക്കുകയാണ്. ഇവൻ മരിക്കുന്നതിന് പകരം ഇവൻ ജീവിക്കുകയും ഇവനെ വർത്തമാനമാക്കുകയും ചെയ്യും. അത് കുർബാനയിൽ രാജാവ് ക്രിസ്തുവാണ്. സാത്താൻ നമ്മുടെ ആത്മാവിനെ തകർക്കാൻ വേണ്ടി വന്നു. അതിന് ക്രിസ്തു അവനോട് പടപൊരുതി അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു നമുക്ക് പകരം വില കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ വില കൊടുപ്പിലും ആ ത്യാഗോജ്വലമായ ബലിയർപ്പണത്തിലും അപ്പം പ്രസാദിച്ചുകൊണ്ട് അപ്പം ക്രിസ്തുവിനെ പ്രസാദിച്ചുകൊണ്ട് കൃപ നൽകുമ്പോൾ ആ കൃപയുമായി രാജാവ് എഴുന്നള്ളി വരികയാണ് കുർബാനയിലേക്ക്. അപ്പോൾ പറയും, കർത്താവെ കനിയണമേ എന്ന് പറയും, ക്രിസ്തുവെ കനിയണമേ എന്ന് പറയും. എന്താ കാര്യം, നീ ഞങ്ങളുടെ ശത്രുക്കളെ തകർത്തെടുത്ത് നേടിയിട്ടുള്ള കൃപയുടെ രത്നങ്ങളെ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരണേ. പണ്ട് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ തിരിച്ചു വരും, കൊള്ളയടിച്ച വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളിങ്ങനെ തുണികൾ വിരിച്ചുകൊണ്ട് ആ രാജാവിനെ എതിരേറ്റുകൊണ്ട് കർത്താവ് കനിയണമെന്ന് പറയുമ്പോൾ രാജാവ് രത്നങ്ങൾ വാരിനെ ജനങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും. എന്തൊരു ആഹ്ലാദത്തോടും ആരവത്തോടു കൂടിയാണ് അവരത് പറയണത്. അത് ഭയങ്കരമായ ഒരു ചരിത്രപരമായ വികാരോജ്വലമായ നിമിഷങ്ങളാണ് സഭ കുർബാനയിലേക്ക് എടുത്തിരിക്കുന്നത്. അത് മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ചാലോചിച്ച് പ്രാർത്ഥിച്ചാൽ ത്രില്ലടിക്കും നമുക്ക്. അപ്പോൾ കുർബാന ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ ഹല്ലേലൂയ. അനുഭവിച്ച് കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടാം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഞങ്ങൾക്കായി മുറിയും അപ്പമാടും ശ്രുതി പാടുക എല്ലാവരും. ദിവ്യകാരുണ്യമേ ബലിവേദി ഞങ്ങൾക്കായി മുറിയും അപ്പമാടും ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ഇതുപോലെ എല്ലാ ലിറ്റർജിക്കലായിട്ടുള്ള ആരാധനാക്രമ സംബന്ധമായ എല്ലാ വിഷയങ്ങളോടും നമുക്ക് സാങ്കേതിക ജ്ഞാനമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ബയോളജിക്കൽ റിലേഷനാണ്. ജൈവജ്ഞാനം വേണം. അതിൻ്റെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ ജൈവപരതയുണ്ട്. അത് സ്പന്ദിക്കുന്നുണ്ട്. വികാരജ്വലമാണ് അതിൻ്റെ എല്ലാം. കുർബാനയൊക്കെ കർത്താവ് പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം കണ്ട നീതിയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ്. തന്നെ മുറിച്ച് കൊടുക്കേണ്ടി വന്നാൽ ആ അറ്റം വരെ പോയിക്കൊണ്ട് അത് ചെയ്തുകൊണ്ട് നിന്നെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് കുർബാന. ശ്രുതിയുടെ ഹല്ലേലൂയ. അവസാന താഴ് സമയം. ശ്രുതിയുടെ ഹല്ലേലൂയ. എല്ലാവരും ശ്രുതിക്കട്ടെ, ശക്തമായി ശ്രുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം എല്ലാവർക്കും മുഴക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക.
പ്രിയാതിൻ പ്രിയരിൽ വസിക്കാനീശോ സ്നേഹത്തിൻ കൂദാശയായി. അവസാന അത്താഴബലിയിൽ നാഥന്റെ ഹൃദയം ജ്വലിച്ചു. പ്രിയാതിൻ പ്രിയരിൽ വസിക്കാനീശോ സ്നേഹത്തിൻ കൂദാശയായി. എന്തോ ഒരു ഹൃദയമാണെന്ന് ചോദിക്കേ. പിരിയാതെ പ്രിയരിൽ വസിക്കാൻ ഈശോ സ്നേഹത്തിൻ കൂദാശയായി. കൂദാശ തന്നെ രൂപപ്പെട്ടതിൻ്റെ ഉദ്ദേശം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അഗമ്യമായ സ്നേഹത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കുർബാന കൂടണമെന്ന് പറയുമ്പോഴേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ കുർബാന അഭിഷേകം നൽകണമേ. കുർബാന പോരും ശരിക്കും പരിശുദ്ധ കുർബാന പോരും എന്താണ്? കവനൻ്റാണ്, ഉടമ്പടിയാണ്. ഉടമ്പടി ഒരു പെർഫെക്റ്റ് ആൻഡ് പവർഫുൾ ഫോർമുലയാണ്. നിങ്ങളത് എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നതാണ്. ഇപ്പോൾ കുർബാന തന്നെ എത്രയോ പേര് അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങളുടെ അറിവിന് ആനുപാതികമായിരിക്കും നിങ്ങളുടെ അനുഭവം. അറിവിന് ആനുപാതികമായിരിക്കും. ഉടമ്പടിയും അങ്ങനെ തന്നെയാണ്. ഉടമ്പടിയിൽ നിങ്ങൾക്ക് എന്ത് അറിവുണ്ട് അതനുസരിച്ച് അത് കറക്റ്റ് ആകത്തുള്ളൂ. ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്നില്ല. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാരൊക്കെ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടും കൊണ്ടുവരും. ഇന്നലെ ഒരു ചേട്ടാ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തൻ്റെ ഉടമ്പടി അല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഭാര്യയുടേതാണ്. പിന്നെ ആ സംഭവം അയാളുടെ മുഖത്തിൽ നോക്കുമ്പോൾ അറിയാം അയാൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ലെന്ന്. അതൊന്നും ചെയ്തില്ല. കാര്യം എന്താ, അവിടെ കുടുംബമല്ലേ ഉടമ്പടി, ഭാര്യയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ ഭർത്താവിന് അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അവകാശം പോരാ, അതൊരു സാങ്കേതികമായ അവകാശമാണ്. നിങ്ങൾക്കൊരു ബയോളജിക്കൽ റിലേഷൻ വേണം ഉടമ്പടിയുമായിട്ട്. ഇപ്പോൾ ത്രേസിക്കുട്ടി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് അവിടെ വീട്ടിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ത്രേസിക്കുട്ടിയുടെ വിഷയം കുറച്ചുകൂടി സീരിയസ് ആയത് കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഉടമ്പടി എടുക്കാനുള്ള അഭിഷേകം കിട്ടിയ കാരണം എല്ലാവരും ഉടമ്പടി എടുത്തു. ഭർത്താവിന് ഉടമ്പടി എടുത്തതെങ്കിൽ വൈഫ് ചോദിക്കണം, എടോ താൻ എന്താണ് കർത്താവിനോട് പറഞ്ഞത്, അമ്മയോട് മധ്യസ്ഥ നിർത്തിക്കൊണ്ട് താൻ എന്തൊക്കെയാണ് ഏറ്റത് എന്ന് ചോദിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ അറിവിന് ആനുപാതികമായിട്ടാണ് എല്ലാവരും ജീവിക്കണമെങ്കിൽ ഒറ്റ ഉടമ്പടിക്ക് എല്ലാവരും ഉടമ്പടി എടുത്ത പോലെയാകും. അതാണ് ഏറ്റവും മാതൃകാപരമായ സംഭവം. ഞാൻ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു കാശ് രൂപ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ബാക്കിയുടെ അച്ഛൻ കാണാൻ വരുമ്പോൾ കാശ് രൂപ വേറെ കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് കാണാൻ വരുമ്പോൾ, ഇല്ലേ? ഇപ്പം അത് രണ്ട് കാശ് രൂപ നമുക്ക് കിട്ടണത്. നിങ്ങൾ അതായത് ഇവിടെ വെഞ്ചരിച്ച് വെച്ചിരിക്കണ, ഇവിടെ അകത്ത് നമ്മുടെ സ്റ്റോളിൽ കിടക്കണ എല്ലാം വെഞ്ചരിച്ച് വെച്ചതാണ്. ഉടമ്പടിയിൽ അച്ഛൻ ആൾക്കാരെ വരുമ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് ബ്ലെസ് ചെയ്യും. ഉടമ്പടി കാശ് രൂപ എന്ന് പറയണത് സർവസ്പർശിയായിട്ട് ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് നീ ഉടമ്പടി എടുത്ത ബന്ധമാണത്. അത് ആക്ടിവേറ്റ് ചെയ്യണത് വിശ്വാസ പ്രമാണത്തിലാണ് ആക്ടിവേറ്റ് ചെയ്യണത്. അത് ഏത് കാലത്തും അത് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് രൂപ മിസ്സാകരുത്, ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയും. കാര്യം ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റവർക്ക് അർഹതയില്ല. നിൻ്റെ മകളാണ്, അവർ യാത്രയാണ്, ഉടമ്പടി കാശിന് നീ കൊടുക്കരുത്. കാരണം അവൾക്കത് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ അത് പിടിക്കാനുള്ള അർഹത അവൾക്കില്ല. അതായതിൻ്റെ സംഭവം. പിന്നെ ഉടമ്പടി കാശിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഇൻ കേസ് ചിലർക്ക് നഷ്ടപ്പെട്ടു പോരെ, അപ്പോൾ പണ്ടത് ഞങ്ങൾ അഡ്മയർ ചെയ്യുമായിരുന്നു, ഇപ്പം അത് വിശ്വസിക്കുന്നില്ല. കാര്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പറയും, ഇനി നിങ്ങൾക്ക് ഉടമ്പടി കാശുമില്ല, നിങ്ങൾക്കത് കാശുവില്ല തുടരാൻ പറ്റും, പക്ഷേ കാശ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉടമ്പടി എടുക്കാൻ പറയും. എന്താ കാര്യം? ആ ഉടമ്പടി കാശ് രൂപമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള മർമ്മം എന്ന് പറയണത്, ഉടമ്പടി തൈലവും. അപ്പോൾ അത് ഈ വിഷയം രണ്ടും വേറെ കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടി തൈലം നിനക്ക് പാസ് ചെയ്യാമൊക്കെ പറ്റും.
ആൾക്കാർക്ക് കൊടുക്കാൻ നിനക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം നീയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത്. കൊടുത്തുവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമാത്രം വർക്കൗട്ട് ചെയ്യുന്ന അറിയത്തില്ല. കാര്യം ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി ബേസ്ഡിലാണ് വർക്ക് ചെയ്യണത്. നീ ദൈവം നീ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നിനക്കുള്ള കപ്പാസിറ്റി, കവനൻ്റ് കപ്പാസിറ്റി ഉണ്ട്. ആ കവനൻ്റ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് നിനക്കിപ്പോൾ രോഗികളെ കാണാം, നിനക്ക് അപ്ലൈ ചെയ്യാം. കാരണം നീ കർത്താവിൻ്റെ ഉടമ്പടിയിലുള്ള ആളാണ്. ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റാറ്റസാണ് ശരിക്കും പറഞ്ഞാൽ. ക്രിസ്ത്യൻ സ്റ്റാറ്റസിലെ ഏറ്റവും പോപ്പുലർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സാക്രമെൻ്റ് സ്റ്റാറ്റസിനേക്കാൾ സാക്രമെൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക ദൈവ വിളിക്ക് വേണ്ടിയുള്ളതാണ് സാക്രമെൻ്റ് സ്റ്റാറ്റസ്. ഉടമ്പടിയിലുള്ള കവനൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക വിളിക്കല്ല, എല്ലാ വിളിയെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സിറ്റുവേഷനിലും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് കവനൻ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി 2 ആഴ്ചയിൽ ഒരിക്കൽ നീ കുമ്പസാരിക്കണമെന്നൊക്കെ പറയും. കാര്യം 2-ാമത്തെ ആഴ്ച നീ നിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും അപ്പോസ്തല പ്രവൃത്തികളിലും നീ വളരെ ഫ്രഷ് ആയിരിക്കണമെന്ന് പറയും. അപ്പോസ്തല പ്രവർത്തനം കാരുണ്യ പ്രവൃത്തിയും ഉടമ്പടിയിൽ ഒരാളെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണതിന് സഹായിക്കും. അവൻ്റെ ഉടമ്പടി കൃപാവരമില്ലേ, അതിൻ്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. നമ്മളതിനെ സുവിശേഷ വേല എന്നൊക്കെ പറയും. പത്രം കൊടുക്കണില്ലേ, അത് അപ്പോസ്തല പ്രവർത്തനം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് 10,000 മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൈമാറുന്നത്. പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പത്രം മേടിച്ച് കൊടുക്കും. നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കണമെങ്കിലും അതുപോലെ പ്രസംഗിക്കാൻ അറിയാവുന്നവർക്ക് നല്ലതാണ്. ചിലർ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്, ചിലർ പത്രം കൊടുക്കും, പ്രസംഗിക്കുകയും ചെയ്യും, അവരോട് സംസാരിക്കുകയും ചെയ്യും. അതാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയണത്. അപ്പോസ്തല പ്രവർത്തനം നീ പത്രം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ തേസിക്കുട്ട സാക്ഷ്യം അതാണ്. വയനാടത്തെ മാനന്തവാടി കത്തിൽ രൂപത കരുതിയ തേസിക്കുട്ടി പറയണത്, ഞാൻ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ പോലും കല്യാണക്കുറിയുടെ കൂടെ അത്രയും തന്നെ പത്രം കൊണ്ടുപോയെന്നാണ് പറയണം. കല്യാണക്കുറി കൊടുക്കണ വീട്ടിലെല്ലാം പത്രം കൊടുത്തിട്ട് സംസാരിക്കും ഞാൻ അവരോട്. പോരെ, കല്യാണം ക്ഷണിക്കാൻ പോവുകയാണേ. ആൾക്കാരെന്തുമാത്രം മാറ്റമാണ് മാറണമെന്ന് നോക്കിയേ. കല്യാണക്കുറിയുടെ കൂടെ പത്രം കൊണ്ട് കൊടുക്കും. ഇതിന് പത്രം കൊടുത്തിട്ട് ഞാൻ മകളുടെ കല്യാണമല്ല പറയണത്, അത് നിങ്ങൾ വരണം തീർച്ചയായിട്ടും. പിന്നെ പറയണത് എന്താണ്? ഉടമ്പടിയെക്കുറിച്ചാണ് പറയണത്. കല്യാണം ക്ഷണിക്കാൻ പോണ അമ്മ, മകൻ്റെ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന അമ്മ ക്ഷണിക്കണ വീട്ടിൽ ഉടമ്പടിയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയണമെങ്കിൽ അതിൻ്റെ പേരാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ അപ്പോസ്തല പ്രവർത്തനവും അതുപോലെ കാരുണ്യ പ്രവർത്തികളും, ഈ 2 കാര്യം സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്താലേ, അതിൻ്റെ തലസ്ഥിതി നിലനിർത്തിയെടുത്താലേ നിങ്ങൾ കവനൻ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ കവനൻ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറയത്തില്ലേ, അതുപോലുള്ള അനുഭവമാണ്. കാര്യം ഉടമ്പടിക്കൊരു പ്രശ്നം വെച്ചാൽ ഉടമ്പടിയിൽ ദൈവം നിങ്ങളതിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയെല്ലാം കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. കാര്യം എന്താണ്? ദൈവം വിശ്വസ്തനും സത്യസന്ധനുമായതുകൊണ്ട് നിങ്ങൾ സത്യത്തിലാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രോഡ് കളിക്കരുത്. കാര്യം നിങ്ങൾ ഫ്രോഡ് കളിക്കുന്നത് വെച്ചാൽ 90 ദിവസം വരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാം. 90 ദിവസം കഴിയുമ്പോൾ വല്ല പഴയ അവസ്ഥയിലേക്ക് പിരിയാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവത്തിന് അറിയാമല്ലോ, ഇത് ചുമ്മാ കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടി ചുമ്മാ ഉടുത്ത് കെട്ടി പണ്ടാരെ ഇറങ്ങിയിരിക്കണമെന്ന് അറിയാമല്ലോ ദൈവത്തിന്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ കർത്താവേ, ഉടമ്പടി തന്നെ ആ അരൂപിച്ച് ജീവിക്കാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കണം. പിന്നെ ഇതൊന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വേറൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാവോ? ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്രോൾ കത്തണ പോലെ കത്തണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അതൊരു വരി പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു വരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉടമ്പടി പെട്രോൾ പോലെ കത്തും. എന്ത് പ്രാർത്ഥനയാണത്? അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്, ദിസ് ഓവർ. എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഒറ്റ പ്രാർത്ഥന. ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഓപ്പറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ നീ പ്രസവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പേറ്റുന്നതോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നീ വായ തെളിച്ചു, അമ്മേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൺസൈസ് രൂപമാണ്. അതിലിങ്ങനെ നമ്മൾ
അതിൻ്റെ എന്താണ് കാച്ചി കുറുക്കി അതിൻ്റെ സത്ത് കടഞ്ഞെടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ് ക്യാപ്സ്യൂള്. എന്താണ് ഒരു ക്യാപ്സ്യൂൾ പ്രെയറാണ്. കവനൻ്റ് ക്യാപ്സ്യൂൾ പ്രെയർ എന്താണ് പറഞ്ഞേ? അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. ഇതൊരു 10 പ്രാവശ്യം നിനക്കൊരു ദിവസം പറയാൻ ഇടയായി കഴിഞ്ഞാൽ നീ നിൻ്റെ കവനൻ്റിലെ ബയോളജിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. സാങ്കേതിക ജ്ഞാനമല്ല, സാങ്കേതിക റിലേഷൻ, ടെക്നിക്കൽ റിലേഷനുണ്ട്. പല ആൾക്കാർക്കും ഉടമ്പടിയുമായിട്ടുള്ള ടെക്നിക്കൽ റിലേഷനാണ്. ടെക്നിക്കൽ റിലേഷനിൽ അതിൻ്റെ ഒരു വരണ്ട കാലാവസ്ഥയിലാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യണത്. ഇപ്പം തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങ് നോക്കുമ്പോൾ തേങ്ങയുണ്ട്, തേങ്ങ ഉണ്ടെന്ന് പറയാൻ പറ്റും. എത്ര വെള്ളക്കാ പൊട്ടിയതായിരിക്കും? 50 വെള്ളക്കാ പൊട്ടി. എത്ര തേങ്ങയുണ്ട്? 4 തേങ്ങയുണ്ട്. പോരെ? അതാണ് പ്രശ്നം. തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല, സാങ്കേതികമാണ്. ഭൂമിയിൽ ഇങ്ങനെ ആ സംഭവം, ആ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ ഉറച്ച് നിൽക്കണ കാരണം 4 തേങ്ങയുണ്ട്. പക്ഷേ വെള്ളക്കാത്തിലൂടെ പൊട്ടിയിരിക്കണത് 50 വെള്ളക്കാ പൊട്ടിയിട്ടാണ് 4 തേങ്ങയുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു 10-20 തേങ്ങ പിടിക്കേണ്ടതാണത്. നല്ല വിളക്കൂറുള്ള മണ്ണിലാണ് ആ തെങ്ങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇത്തിരി വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഒരു 10-20 തേങ്ങ കിട്ടേണ്ട സംഭവത്തിൽ 4 തേങ്ങയാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഈ വ്യത്യാസം വന്നത്? എല്ലാവരും എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. ചിലത് 4 തേങ്ങ, ചിലത് 8 തേങ്ങ, ചിലത് 12 തേങ്ങ, ഇങ്ങനെ കിടക്കണം. ഈ വ്യത്യാസം വരാൻ കാരണം എന്താണ്? അതിന് കാരണം ചെയ്വനയുടെ രീതികളാണ്. ബൈബിളിൽ 3 തരം ചെയ്വനയുണ്ട്. ചെയ്വന എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്ന രീതികൾ. അവൻ പറയണ പോലെ ചെയ്യണതാണല്ലോ ഉടമ്പടി. പക്ഷെ അവൻ പറയണ പോലെ എല്ലാവരും ചെയ്യണില്ല. ചിലർ ചെയ്യണം. ഇപ്പോൾ ബൈബിളിൽ 3 തരം ചെയ്ത്താണ് ഉള്ളത്. ഒരു ചെയ്ത്ത് എന്താണ്? ഒരു ചെയ്തെന്ന് പറയണത് മത്തായിയുടെ സുവിശേഷം 25:18 ഒരു ചെയ്ത്തുള്ളത്. അതെന്ത് ചെയ്ത്താണത്? അവന് കിട്ടിയ നാണയം, താലന്ത് അവൻ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വെറുതെ ഇരിക്കും. ചില ഉടമ്പടി എടുത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ? അതാ സംഭവം. അത് വായിച്ചതെന്ന് വെച്ചാൽ ഒന്ന് മത്തായിയുടെ സുവിശേഷം എടുത്തേ. മത്തായി 25:18. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അതാണ് അവൻ. അപ്പം അതിന് മൊത്തം വായിച്ചതൊക്കെ മനസ്സിലാകത്തുള്ളത്. മൊത്തം ഒന്ന് വായിച്ചത് മത്തായി ശ്രീകാട് സുവിശേഷം 25:14 മുതലുള്ള ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞേ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഉടമ്പടി എടുക്കാം, പക്ഷെ ഉടമ്പടി മറച്ചു വെക്കും ആൾക്കാർ. വീട്ടുകാർ പോലും അറിയത്തില്ല ഒരു ഉടമ്പടി എടുത്തതാണെന്ന്. നമ്മൾ ഉടമ്പടി എടുക്കും, പക്ഷേ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഉടമ്പടി എടുത്താണോ ഇല്ലയെന്ന്. കാര്യം വീട്ടുകാർ ഉടമ്പടി എടുത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അളിയൻ വരുമ്പോൾ വല്ല വീശിക വല്ലതും ചെയ്താൽ വീട്ടുകാരെ പിടിക്കുക. നീ ഉടമ്പടി എടുത്തതല്ലേ, എന്തിനാണ് പോക്കൃത്തരം കാണിക്കണമെന്ന് ചോദിക്കും. അതുകൊണ്ട് പറ്റിപ്പുകാർ ഉടമ്പടി പുറത്ത് പറയത്തില്ല, മറച്ചു വെക്കും. അതാണ് 25:18. 1 താലന്ത് ലഭിച്ചവ വന്നിട്ട് അത് മറച്ചു വെച്ചു. ഉടമ്പടി മറ്റുള്ളവരെ അറിയാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് മറച്ചു വെപ്പുകാരെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കണം കേട്ടോ, പണി കിട്ടേ. ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക. ഞാൻ ഉടമ്പടി എടുത്തതായിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയാൻ പറ്റത്തില്ല. പത്രം കൊടുക്കത്തില്ല, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, അല്ലെങ്കിൽ അലമാരി വെച്ചേക്കും, മറച്ചു വെക്കും. പത്രം കൊടുത്താലല്ലേ ഉടമ്പടി എടുത്തെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ മറച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചിരിക്കണത്? പണ്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത് കൂടി തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. 25 വായിച്ചേ. മത്തായി 25:25.
അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഉടമ്പടി മറച്ചു വെച്ച കക്ഷികളാണ്. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ വൃത്യ. ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുകയോ പത്രം കൊടുക്കാതിരിക്കുകയോ അലമാരി വെച്ച് പൂട്ടുകയോ ചെയ്താൽ കേൾക്കണ ഇവിടെ കേട്ട ദുഷ്ടനും മടിയനുമായ വൃത്തിയ. ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും. ഇത്രയും സാഹിത്യമൊന്നും പറയത്തില്ലെങ്കിലും നമ്മൾ തന്നെത്താൻ മനസ്സിൽ പത്രം കൊടുക്കണം, ഇത് ആരെക്കൊണ്ട് പറ്റുമെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അതായത് വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നതിനുമായ ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. അപ്പോൾ ഇതാ സംഭവം. ഉടമ്പടി എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതാണ് ഒരു ഘടകം ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരുടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനും മടിയനുമായ വൃത്തിയ. അതുകൂടി എടുത്തിട്ട് അവൻ്റെ കൃപ കൂടി ഉണ്ടായിരുന്ന കൃപ കൂടി എടുത്തു മാറ്റും. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യം. വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ല. എന്തിനാണ് വണ്ടിക്കാശി കാണുന്നത്? ആലപ്പുഴ വന്ന് എന്തിനാണ് പണി മേടിക്കണം എന്നൊക്കെ ഞാൻ പച്ചമലയാളത്തിൽ ചോദിക്കുന്ന കാര്യം എന്താണ്? ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുമോ, എന്നിട്ട് അവരതൊന്നും ചെയ്യത്തുമില്ല. അത് വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഉടമ്പടി തൈല് ആലപ്പുഴ പോയപ്പോൾ മാതാവിൻ്റെ ഒക്കെ ഇത് മേടിച്ചാലല്ല, അവിടെ എവിടെയോ കാണും, ഒന്ന് നോക്കിക്ക്. ഇവർ വെച്ച സ്ഥലം പോലും അറിയാൻ പാടില്ല. അവർ അത്ര ഉള്ള വെടുകന്മാർ ഈ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ദൈവത്തിനെ പരീക്ഷിക്കരുത്. അതാ മറച്ച് വെക്കുക എന്ന് പറയുന്നത്. ഉടമ്പടി മറച്ച് വെക്കുക. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ്? ദുഷ്ടഭൃത്യ, ദുഷ്ടനും മടിയനുമായ ഭൃത്യ. അപ്പോൾ ദുഷ്ടനും മടിയനുമായ ആൾക്കാർ, മടിയനെന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നവരെയാണ് മടിയന്മാരെന്ന് പറയണത്. അപ്പം മടിയന്മാർക്കുള്ളതല്ല, എന്നാലും ഉടമ്പടി ആർക്കുള്ളതാണ്? ഉത്സാഹിക്കുള്ളതാണ്. ഒന്ന് കൈപൊക്കിക്കേ. കർത്താവേ, ഉടമ്പടി ആചരിക്കാൻ, ഉടമ്പടി ആഘോഷിക്കാൻ എനിക്ക് ഉത്സാഹം നൽകണമേ. എന്റെ മടി മനസ്സിൽ നിന്നും എന്റെ ശരീരത്തിൽ നിന്നും മടിയെ നീ മാറ്റി അകറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പൂർവം അത്യുത്സാഹത്തോടെ ചെയ്ത് വേഗം സാക്ഷ്യം പറയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശം ഉണരും, ഉണർത്തണമേ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശം ഉണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? 3 തരത്തിൽ നമുക്ക് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഒന്ന് ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക. അതാണ് 25-18. രണ്ടാമത്തേത് എന്താണ്? 17-10. ലുക്കാൻ്റെ സുവിശേഷം 17-10. 17-10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ഇത് ഒരു പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഇത് ഒരു ദാസൻ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതുണ്ട്. മറ്റേത് ആദ്യത്തെ കക്ഷി എന്താ ചെയ്തത്? മറച്ചു വെച്ചു, ഒന്നും ചെയ്തില്ല, മടിയനായിട്ടിരുന്ന്. ഇപ്പം ഇയാളെന്താ ചെയ്തിരിക്കുന്നത്? 17-10
അയാൾ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. രോഗികളെ കാണാമില്ല, ഒരു കുഴപ്പമില്ല. പത്രം കൊടുക്കാമില്ല, കൊടുത്ത് പത്രം കൊടുത്ത് പെരുന്നാളിന് നോട്ടീസ് കൊടുക്കാൻ പോലെ ഓരോ പത്രം അങ്ങോട്ട് കൊടുക്കും. കൽപ്പിക്കപ്പെട്ടു, ചെയ്തു, അത്രേ ഉള്ളൂ, തീർന്നല്ലോ. ഇത് ബയോളജിക്കല്ല, ടെക്നിക്കലാണ്. ഇതൊരു ജൈവപരമായ ഉടമ്പടിയല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിലുള്ളതല്ല, ഉടമ്പടി എടുത്തതിൻ്റെ പേരിലുള്ള കാട്ടിക്കൂട്ടലാണ്. ഉപവസിക്കാമല്ല, ഇത് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കണില്ല, തീർന്ന്. ഇങ്ങനെ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് സ്നേഹമില്ലാതെ ചെയ്യുക. നിയമം എന്ത് പറയുന്നു, ഉടമ്പടി എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ദൈവത്തോട് സ്നേഹമില്ലാതെ നിയമപരമായ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഈ വിഷയം അങ്ങനെയുള്ള ഒരു 40% ആൾക്കാരുണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവർ. അവരിതെല്ലാം ചെയ്യും, പക്ഷേ വിത്തൗട്ട് ലവ്. കാര്യം ആ നിയമം തെറ്റിക്കരുതല്ലോ, അല്ലെങ്കിൽ ഇനി ഇപ്പോൾ വിളക്കാൻ ചേക്കണ പാണ്ടാകുമോ, ഞാൻ ചെയ്തേക്കാം. വന്ന ആശുപത്രിയിൽ നിന്ന് അമ്മച്ചോട് ചോദിക്കണം, വല്യമ്മച്ചി വന്നായിരുന്നു, വല്യമ്മ ആശുപത്രിയിലായിരുന്നു. ഇവർക്ക് ആശുപത്രി പോകാൻ കഴിയില്ല. ആശുപത്രി ആകുമ്പോൾ വേണമെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലാകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല. വീട്ടിലാണെങ്കിൽ വല്യമ്മച്ചി രോഗിയാണ്, പോയി കണ്ടെന്നായി. അതേസമയം തന്നെ അവരുടെ വീട്ടിൽ നടന്നാൽ പോയി ഒരു ബന്ധുപുറക്കൊരു വിസിറ്റുമായി. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അളന്നും തൂക്കിയും രോഗികളെ കാണുന്ന സാങ്കേതിക ഉടമ്പടിക്കാരുണ്ട്. അവിടെ ദൈവസ്നേഹമില്ല, ആ നിയമം പാലിക്കപ്പെട്ടതെല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു 40% പേരുണ്ട്. നിങ്ങൾ ഉടമ്പടി ലാഗാകാൻ കാരണം നിങ്ങളുടെ ഉടമ്പടി ചിലരുടേത് സാങ്കേതിക ഉടമ്പടിയാണ്. അവർ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അവിടെ ഉടമ്പടി ഇരിക്കണ ഇരിപ്പിൽ തന്നെ വെള്ളയായി, നീലയായി, ഇരിക്കണ ഇരിപ്പിൽ ഉടമ്പടി വെള്ളയായി, വേണമെങ്കിൽ ഉടമ്പടി സിൽവർ ഗ്രേയും ആവും. സാങ്കേതികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവസ്നേഹത്തെ വളർച്ചയില്ല. നിയമപരമായി ചെയ്യുകയാണ്. അതാണ് 17:10 കൽപ്പിക്കപ്പെടെല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ദാസന്മാരാണ്. ഇനി വേറെ ഒരു ദാസനുണ്ട് ബൈബിൾ പറയണം. അതെന്ന് പറയണത് നമ്മുടെ മത്തായി സ്ത്രീകളുടെ സുവിശേഷം 5:47 എടുത്തേ. മത്തായി 5:47. മത്തായി 5:47. മത്തായി 5:47. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, കൽപ്പിക്കപ്പെടെല്ലാം ചെയ്ത കാര്യങ്ങൾ, സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് ഈ ദൈവം പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ, അല്ലേ? നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം അത് അയൽക്കാരനെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സഹോദരന് മാത്രമേ നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ പിന്നെന്ത് ചോദിക്കണത്? വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത്? അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് ക്രാക്കാകണമെങ്കിൽ കാരണം അത് ക്രാക്കാകണമെങ്കിൽ കൽപ്പിക്കപ്പെട്ട ചെയ്താൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണമല്ല. അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഒന്ന് 25:18 എന്താണ്? മറച്ചു വെക്കുക. ഉടമ്പടി പേപ്പർ വരെ അല്ലെങ്കിൽ പത്രം വരെ അലമാരി എടുത്ത് പൂട്ടി വെക്കുക, മറച്ചു വെക്കുക. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് കൽപ്പിക്കപ്പെടെല്ലാം ചെയ്യുക. അത് യൂക്ക 17:10. മൂന്നാമത്തേത് എന്താണ്? 5:47 മത്തായിസിക 5:47 എന്താ പറയണത്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ഉടമ്പടി ഇത്തരം കാര്യങ്ങൾ കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ അവരാണ് ക്രാക്ക് ചെയ്യണത്. അവരാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ത്രേസ്യക്കുട്ടി സാക്ഷ്യം എന്ന് പറയുമ്പോൾ ത്രേസ്യക്കുട്ടി കുഷ്ഠരോഗികളെ കാണാൻ പോകും. രോഗികളെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ. അപ്പോൾ അവർ കുഷ്ഠരോഗികളെ കാണാൻ പോകുമ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും, എന്നിട്ട് പത്രം വായിച്ച് കേൾപ്പിക്കും. കണ്ണ് കാണാൻ അതാണ് വിശേഷവിധി എന്ന് പറയണത്. വിഷയം പറയാം. നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല കുഷ്ഠരോഗികളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ത്രേസ്യക്കുട്ടി അത് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർ ഫോളോ ചെയ്യണത് മത്തായി 5:47 എന്താണ്? വിശേഷ വിധിയായിട്ടാണ് ചെയ്യണത്. ഉടമ്പടി പല തരത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉടമ്പടിയിൽ പുരോഗമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അവർ ദൈവസ്നേഹം കൊണ്ട് വിശേഷ വിധിയായി ചെയ്തുകൊണ്ടിരിക്കും.
അപ്പം വിശേഷവിദ്യയായി ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, വിശേഷവിദ്യയായി ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് 1 താലന്ത് 10 ആകും, 2 താലന്ത് 4 ആകും, 5 താലന്തും. ഇപ്പം താലന്തിൻ്റെ കഥ പറയണില്ലേ? താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് എന്താ പറയണത്? ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വായിച്ചേ. മത്തായി 25:14. ഒരുവന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2-ഉം വേറൊരുവന് 1-ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ യാത്ര പുറപ്പെട്ടുള്ള യജമാനൻ ക്രിസ്തു തന്നെയാണ്. കർത്താവിൻ്റെ അവസാനകാല കഥകളാണിതെല്ലാം. മത്തായി 25 പറയുന്ന കന്യകമാരും അതുപോലെ തന്നെ താലന്തുമെല്ലാം ഈ കർത്താവിൻ്റെ മരണത്തിന് തൊട്ടടുത്ത മാസങ്ങളിൽ പറയുന്ന കഥകളാണ്. കർത്താവ് യാത്ര പുറപ്പെടാൻ പോകുന്നു. കർത്താവിൻ്റെ ഡെത്ത്, പാഷൻ കോൺഷ്യസ് ശക്തമാകുന്നുണ്ട് ശരിക്കും അവസാന കാലമാകുമ്പോൾ. ഇപ്പോൾ കർത്താവിനെ അറിയാൻ പറഞ്ഞതിനെക്കുറിച്ച്, തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാമായിരുന്ന യേശു എന്നൊക്കെ ബൈബിൾ പറയുന്ന ആ അർത്ഥത്തിലാണ്. ഈ കഥകളൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ഡെത്ത് കോൺഷ്യസ് ഉണ്ട്, ഒരു പാഷൻ കോൺഷ്യസ്, തനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സമ്പത്തെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനൻ യാത്ര പുറപ്പെടുകയാണ്. പക്ഷേ യാത്ര പുറപ്പെട്ടാലുള്ള ഗുണം എന്താണ്? ഒരു പോകുകയല്ല, തിരിച്ചു വരും. യജമാനൻ തിരിച്ചു വരും. അതാണ് ഈ ത്രേസ്യക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത്, കൃപാസനം, ഈ പുണ്യഭൂമി കർത്താവിൻ്റെ 2-ാം വരവിനായി ഒരുക്കുന്ന പാഠശാല എന്ന് പറയും. ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും ഒരു ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല. ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് 2-ാം വരവിൻ്റെ ഒരുക്കമാണെന്ന്. പക്ഷേ ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞു. എന്താ? കയ്യിലിരിപ്പ് അതുകൊണ്ടാണ്, അവിടെ കയ്യിരിപ്പ് കൊണ്ടാണ്. കുഷ്ഠരോഗിനൊക്കെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ത്രേസ്യക്കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് അവർ. അപ്പോൾ അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവർ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നിരാലംബർ, എന്താ ബന്ധുക്കളില്ലാത്തവർ, രോഗികളെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത രോഗികൾ വരും. എല്ലാവർക്കും വീട്ടിൽ നിന്ന് വന്നവർക്കല്ല ബൈസ്റ്റാൻഡർ ഉണ്ടാകുക, വഴിയിൽ നിന്ന് വന്നവർക്ക് വല്ലവരും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ ഡെസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോൾ ഞാൻ കർത്താവാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് പോരെ, ഉടമ്പടിയുടെ ബലമാണേ. എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു നിരാലംബരായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വന്നത് കണ്ടാ ഞാൻ കർത്താവാണ്, ഈശോയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും. അവരെ വിളിച്ചു കൊണ്ടുവരും ആശുപത്രി, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സഹായമർപ്പിക്കുന്നവരിൽ, ആവശ്യക്കാരിൽ അങ്ങയെ കണ്ട് ഉടമ്പടി നിബന്ധനകൾ അനുവർത്തിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ പുഷ്കലമായി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതുപോലെ ഉടമ്പടി ഒരു എല്ലാ സമയങ്ങളിലും സർവ്വസമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. ത്രേസ്യക്കുട്ടിയുടെ മകൻ ജർമ്മൻ എഴുതാൻ പോയി, പരീക്ഷ എഴുതാൻ പോയപ്പോൾ അവന് പരീക്ഷ പൊട്ടിപ്പോയി. അവൻ എഴുതി വിട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് നടക്കത്തില്ല. അവൻ പഠിച്ചതൊന്നുമല്ല വരണത്, വന്നതെല്ലാം പഠിക്കാത്തതാണ്, എഴുതെല്ലാം തെറ്റാണ്. അപ്പോൾ അവൻ വിളിക്കും, എൻ്റെ പൊന്നമ്മ. അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടാ, എന്നെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ തോറ്റെന്ന് പറയും. ഉടനെ ത്രേസ്യക്കുട്ടി പറയും, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് ശരിയാക്കാം. എഴുതി വിട്ടുപോയ പരീക്ഷയാണ്. മകൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പറയണം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിച്ച് ശരിയാക്കാം. എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥിച്ച് ജയിപ്പിക്കാമെന്നാണ് ഇവർ പറയണത്. ഇത് കാര്യം അവിടെ കപ്പാസിറ്റി അതാണ്.
അവർക്കറിയാം അവിടെ കൂടെ കർത്താവുണ്ടെന്ന്. മരിച്ചുയർത്തുന്നവനാണ് വിശ്വസിക്കുന്നത്. ഏത് മരണത്തിൽ നിന്ന് ജയിക്കുമെന്നറിയാം. അവർ പ്രാർത്ഥിച്ച ആ മകനെ ജയിപ്പിച്ച് 68% മാർക്ക് മേടിച്ച്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. തെസിക്കുട്ടിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, കർത്താവിൻ്റെ ഉപമകൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവിനെക്കുറിച്ചാണ് പറയണത്, ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവ്. അപ്പോൾ ആ ഉപമയുടെ പ്രശ്നം, അതിൻ്റെ ആപ്ലിക്കേഷൻ, ബൈബിൾ അതിനെ ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പേഴ്സൺ ഓറിയൻറ്റഡ് ആണ്. അത് ഒരു സിംഗിൾ പേഴ്സൺ ഓറിയൻറ്റഡ് ആയിട്ടാണ് അത് ആ ഉപമ ഈശോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുമ്പോൾ, റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ഉൾക്കാഴ്ച കിട്ടുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ 5 താലന്ത് കൊടുത്തിരിക്കുന്നതും, ഒരു വ്യക്തിക്ക് തന്നെയാണ് ദൈവം 2 താലന്ത് കൊടുത്തിരിക്കുന്നതും, ആ വ്യക്തിക്ക് തന്നെയാണ് ദൈവം 1 താലന്ത് കൊടുത്തിരിക്കുന്നതും. വേറെ വ്യക്തിക്കല്ല, ഒരു വ്യക്തിക്ക്. അപ്പോൾ ദൈവം ആരോടും, ദൈവത്തിൻ്റെ ഒരു പൊതു കൺസെപ്റ്റ് എന്ന് പറയണത്, ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. അതാണ് കർത്താവിൻ്റെ പൊതു ഒരു മാനസികാവസ്ഥ. അപ്പം നിങ്ങളോർക്കും 5 താലന്ത് കിട്ടിയ ശരിയല്ലേ നിങ്ങൾ പറയണത്? അപ്പോൾ അത് ശരിയാണല്ലേ? അയാളെ കുഴിച്ചിട്ടല്ലേ എന്താ തെറ്റിരിക്കണത്? അയാൾക്ക് 1 കൊടുത്തുള്ളൂ, അയാൾക്ക് ദൈവത്തിന് 5 കൊടുക്കാൻ പാടില്ല ഞാൻ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ആ ഉപമ കേൾക്കുമ്പോൾ എന്ത് തോന്നും? ദൈവം ആ മനുഷ്യൻ 1 താലന്ത് കിട്ടിയവൻ, അവൻ കുഴിച്ചിട്ട് അവന് 5 താലന്ത് കൊടുക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ല. അവർ 5 മറ്റവന് 2, ഇവർ 1 കൊടുത്തതുകൊണ്ടല്ലേ അവൻ ഡിസ്കറേജ് ആയത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ആ ഉപമകളുടെ കിടപ്പ് വെച്ചാൽ അതിൻ്റെ കോമൺ പ്രിൻസിപ്പിളിൽ കിടക്കുന്നത് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ദൈവം എല്ലാവർക്കും കൊടുത്തു, അവരെല്ലാവർക്കും കൊടുത്തു എന്നല്ലേ പറയണത്. എല്ലാവരും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ അത് വിഷയബന്ധിയായിട്ടാണ് നമ്മൾ അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാകും. വ്യക്തിബന്ധിയായിട്ട് വരുമ്പോൾ ഒരു വ്യക്തിക്ക് 5, ഒരു വ്യക്തിക്ക് 3, ഒരു വ്യക്തിക്ക് 2, ഒരു വ്യക്തിക്ക് 1 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി അവശേഷിക്കും. ഇതങ്ങനെയല്ല. ദൈവത്തിൻ്റെ പൊതു സ്വഭാവം, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല, നീ എന്നോട് 1 ദനാർക്ക് സംഭവിച്ചതല്ലേ, വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ദൈവം 1 താലന്ത് കൊടുത്തത് ഒരു നീതിയായിട്ടാണ് അത് അവിടെ വരണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ത്രേസ്യക്കുട്ടി ചേർത്തതെന്ന് എഴുതാം. ത്രേസ്യക്കുട്ടിക്ക് ചില കാര്യത്തിൽ 5 താലന്ത് കിട്ടിയിട്ടുണ്ട്, ചില കാര്യത്തിൽ ത്രേസ്യക്ക് 2 താലന്ത് കിട്ടിയിട്ടുള്ളൂ, ചില കാര്യത്തിന് ത്രേസ്യക്കുട്ടിക്ക് 1 താലന്ത് കിട്ടിയിട്ടുള്ളൂ. നമുക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കണത്. ത്രേസ്യക്കുട്ടിക്ക് 5 താലന്ത് കിട്ടിയത് എവിടെയാണ്? അവരൊരു സീനിയർ നേഴ്സാണ്, ആവശ്യത്തിന് ശമ്പളം കിട്ടും, അവർക്ക് ജോലിയുണ്ട്, അതിന് 5 താലന്താണ്. ആ മേഖല ഒക്കെ അല്ലേ? ആ മേഖല ഒക്കെ അല്ലേ? 5 താലന്തുണ്ട് അവിടെ. രണ്ടാമത്തെ മേഖല 2 താലന്തുണ്ട്, അവർക്ക് 2 ആമക്കളുണ്ട്. പെൺമക്കളെ ഇത് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം അവർക്ക് പൈസ സമ്പാദിക്കേണ്ട കാര്യമില്ല, അത് പോസിറ്റീവാണ്, 2 താലന്താണ്. പക്ഷെ ഒരു കാര്യത്തിന് അവർക്ക് 1 താലന്തേ ഉള്ളൂ. എന്താ കാര്യം? 2 മക്കളെ കുഞ്ഞുങ്ങളായി ജനിച്ചപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചുപോയി. ഉണ്ടാ, അവിടെ 1 താലന്തേ ഉള്ളവർക്ക്. പിടിയിട്ടാ സമയം പിടിയിട്ടില്ലേ? അത് താലന്തിൻ്റെ ഉപമ ശരിക്കും വ്യക്തി അടിസ്ഥാനത്തെക്കാളുപരി വിഷയാടിസ്ഥാനമാണ്. അതിപ്പോൾ സർവ്വജനീനമാകും. ത്രേസ്യക്കുട്ടിക്ക് ജോലിയുണ്ടെന്നുള്ളത് 5 താലന്താണ്. ആ ജോലി കൊണ്ട് ആ ജോലിക്കുള്ള ശമ്പളം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, അതിൻ്റെ DA അതിൻ്റെ മേടിച്ച് പോകല്ല. അതിൻ്റെ ഇടയ്ക്ക് വിശേഷ വിധിയായി ആ 5 താലന്ത് വർദ്ധിപ്പിക്കാൻ അവിടെ കിടന്നു. ആ പ്രൊഫഷൻ എടുത്ത് ഒരുത്തൻ തെങ്ങേന്ന് വീണിട്ട് ചെന്ന് അവിടെ തെങ്ങേന്ന് വീണിട്ട് അവനെ ചത്തതുപോലെ ത്രേസ്യക്കുട്ടിയുടെ മെഡിക്കൽ കോളേജിൽ ചെന്ന്. അപ്പോൾ തുടനെ ഈ നേഴ്സ് പോയി ഉടനെ എന്താ ചെയ്യണത്? ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തെങ്ങേന്ന് വീണൻ്റെ വായിൽ നിന്ന് ചോരയാണ് വന്നത്. അവൻ്റെ നെറ്റിക്ക് ഉടമ്പടി തൈലം തേച്ച് വിശ്വപ്രമാണം ചൊല്ലിയിട്ടാണ് അവനെ കൊണ്ടുപോകണത്. എന്തിനാണ് ഡോക്ടറിനെ അറിയിക്കണത്? ഒരാൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതി കണ്ടില്ലേ? തെങ്ങേന്ന് വീണവൻ്റെ വായിൽ നിന്ന് ചോര വന്ന് അവന് ബോധമില്ല. അവന് ഡോക്ടറിനെ കാണിക്കുന്നതിന് പകരം ആദ്യം ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി കർത്താവിനെ ഉടമസ്ഥപ്പെടുത്തും. അവനെ വിശ്വപ്രമാണം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം പ്രയോഗിക്കുകയാണ്. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശ്വാസത്തിൽ ആൾക്കാർക്ക് അറിയാവുന്നത് പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ. ആൾക്കാർ അതൊരു 30% മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആസ്തിയാണ് പ്രശ്നം. ഒരു ആസ്തി ഭദ്രതയ്ക്ക് പ്രാർത്ഥന
അത്ര കണ്ട് സഹായകമല്ല. 30% പ്രാർത്ഥന ആർക്കും പ്രാർത്ഥിക്കാൻ, വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. പക്ഷെ പ്രാർത്ഥനയെ സാധൂകരിക്കണം, അത് പ്രവൃത്തിയാണ്. വിശ്വാസത്തെ സാധൂകരിക്കണതും നീതീകരിക്കണതും എന്താണ്? പ്രവൃത്തിയാണ്. പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥനയിലൂടെ ചെയ്യാം. പിന്നെ എന്താണ്? പ്രവൃത്തിയിലൂടെ ചെയ്യാം. തേശിക്കുട്ടി പ്രവൃത്തിയുടെ കാര്യത്തിൽ വില്ലത്തിയാണ്. പിന്നെ എന്താണ്? ഉടമ്പടി വരുമ്പോൾ ഈ പ്രവൃത്തിയും പുറത്തുനിന്നൊക്കെ ചെയ്യാൻ പറ്റും. പുറത്ത് ആൾക്കാർ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഉടമ്പടി വരുമ്പോൾ എംപവറിങ്ങിന് വേറെ ഒരു സൊല്യൂഷൻ, വേറെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. ഇതാണ് ഫുൾ ഓപ്ഷനായിട്ട് വരണത്. എന്തുകൊണ്ടാണ് കവനൻ്റ് ഫുൾ ഓപ്ഷൻ ആകാൻ കാരണം? വിശ്വാസത്തിൻ്റെ ഫുൾ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഒന്ന്, വിശ്വാസം പ്രാർത്ഥിക്കുന്നു, വിശ്വാസം പ്രഖ്യാപിക്കുന്നു, പിന്നെ എന്താണ്? വിശ്വാസം പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗങ്ങൾ ഒരു പക്ഷേ സഭയിൽ സാർവജനീനമായിട്ടല്ല. കാര്യം വിശ്വാസം പ്രയോഗിക്കണമെങ്കിൽ ആദ്യം വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ഒരു ഹൃദയതാളമായിട്ട് മാറണം. ഇത് വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചതാണ്, കാണാതെ പഠിച്ചതാണ്, എന്നാൽ കാഴ്ചയേക്കാന്ന് പറഞ്ഞാൽ സംഭവം ഏക്കത്തില്ല. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചങ്ക കൊണ്ട് പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനുള്ളൂ. പക്ഷേ അതുപോലെ നീ വിശ്വാസത്തിലേക്ക് വരണം. ചില ആൾക്കാർ വിശ്വാസം പ്രമാണം ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. വട്ടം കണ്ട് ചൊടിഞ്ഞു പോയ കല്ലുപ്പറമ്പ് വള്ളത്തെ ഞാൻ വിശ്വാസ പ്രമാണം എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് നിന്നുകൊണ്ട് ഈ ലോകയെ വിട്ട് കൊന്തയും പിടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചാടിച്ചെടുത്തിട്ട് 1ാം സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണമാണ്. എനിക്കറിയാം വിശ്വാസ പ്രമാണം എന്താണെന്ന്. വിശ്വാസ പ്രമാണം എല്ലാവരുടെ കയ്യിലും വിശ്വാസ പ്രമാണം ഉണ്ടേ. പക്ഷേ വിശ്വാസം പറയും നമുക്ക് AK-47 നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് അതിൻ്റെ കാര്യമില്ല. അത് ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. അല്ല തോക്കം എടുത്ത് വീട്ടിൽ വെച്ചിട്ട് എന്താ കാണിക്കാനേ? അത് ഇതുപോലെ വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ കൃപാസനം പുസ്തകത്തിന് പഠിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം എന്ന് പറയണത് ചങ്കിൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെങ്കിൽ അവൻ്റെ ഉയർപ്പ് വിശ്വസിക്കുന്ന ഞാനും എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. യേശു നാമത്തിൽ കൈയടിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനീ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥൻ. പകരം എന്തു നൽകും ഞാനീ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥൻ. വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഒരു വിളക്കാണെങ്കിൽ, വിശ്വാസം ഒരു വിളക്കാണെന്ന് വിചാരിച്ചോ, അതിൻ്റെ എണ്ണ വിളക്ക് വെറുതെ കത്തുക? കത്തത്തില്ല. എന്ത് വേണം? എണ്ണ വേണം. എണ്ണ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ 120 ക്ലാസ്സാണ് വിശ്വാസപ്രമാണം ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനും. എന്നിട്ട് ഓരോ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പുറത്തിറങ്ങുമ്പോഴേ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധനം അവർ പഠിപ്പിച്ചിട്ടില്ല. അവർ വിശ്വാസത്തിൻ്റെ വിചാര മേഖലയാണ് പഠിപ്പിച്ചത്. വിശ്വാസത്തിനൊരു വികാര മേഖലയുണ്ട്. അത് നീയും നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നതും തമ്മിലുള്ള നിന്റെ ആത്മബന്ധമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ഈ പ്രാർത്ഥന നമ്മൾക്ക് മുറിയുടെ അകത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. വിശ്വാസം നമുക്ക് മുറിയുടെ അകത്തിരുന്ന് വിശ്വസിച്ചാൽ അത്ര കണ്ട് ഏക്കത്തില്ല. മനസ്സിലായി? വ്യത്യാസമുണ്ട്.
വിശ്വാസം പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ മുറിയുടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പക്ഷേ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസത്തിന് 10 മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടാകണം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ശ്രദ്ധിക്കട്ടെ. മനുഷ്യരെ കാണുമ്പോൾ നിനക്ക് ത്രില്ലടിക്കണം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള. മനസ്സിലായില്ലേ? അത് നമ്മുടെ ആസ്തി ഭദ്രതയായിട്ട് മാറും. ഇപ്പം ഞാൻ തന്നെ നേരത്തെ കല്ലുപ്പറമ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ നിനക്കത് മനസ്സിലാകും. ഈ വിശ്വാസം എപ്പോഴും കത്തണത്, നല്ലവണ്ണം കത്തണത് സമൂഹത്തിലാണ് കത്തണത്. ശരിക്കും വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. വിശ്വസിക്കണത് കർത്താവ് പറഞ്ഞു. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. മത്തായി 10:32. മത്തായി 10:32 എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞേ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലാണ് ഏറ്റുപറയാൻ ഏറ്റവും പാട്. കയറിപ്പറ്റാൻ പാടായത് അവിടെ കയറിപ്പറ്റാൻ പാടായത് കൊണ്ടാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ശിഷ്ടന് കുറേ ആൾക്കാരെ ദൈവം ഇങ്ങനെ വിളിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ദൈവം തള്ളിക്കളയും. അനന്തരം രാജാവ് തൻ്റെ ഇടതുവശത്തുള്ളവരോട് എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും. വലതും ഇടതും നോക്കിയിട്ട് മാത്രമേ, ഭൂമി മാത്രമല്ല, വലതും ഇടതും നോക്കണം. മുകളിലുണ്ടും വലതും ഇടതും നോക്കുക. വലതും ഇടതും നോക്കിയിട്ട് മാത്രമേ പിതാവിൻ്റെ അടുത്ത് പോകാൻ പറ്റുകയെന്ന് പറയണത്. അരക്കൈനൂലിൻ്റെ പിശകുണ്ട്. ആ ഇടത് വശത്ത് നിൽക്കുന്ന കക്ഷിയോട് എന്തൊക്കെയാ പറഞ്ഞു നോക്കിയേ? ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പിശാചിന് മുമ്പിലേക്ക് പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് മാറ്റും. എന്താ കാര്യം പറയുന്നുണ്ട്. എന്തെന്നാൽ എനിക്ക് വിശന്നു. പറഞ്ഞേ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലും ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. രോഗികളെ സന്ദർശിക്കുക, ജയിലിൽ സന്ദർശിക്കുക, ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുക, വസ്തുവില്ലാത്ത ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക. വസ്ത്രവും ഭക്ഷണം തന്നെ വേണമെന്ന് ഇപ്പം ഇല്ല. കേരളത്തിലാകുമ്പോൾ മിക്കവർക്കും തന്നെ വസ്ത്രവും ഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഇല്ലായ്മ ഉള്ളവരുണ്ട്. പല വിഷയങ്ങൾക്ക് ഇല്ലായ്മ ഉള്ളവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്, വെള്ളമില്ലാത്തവരുണ്ട്. അപ്പോൾ വെള്ളമില്ലാത്തവരും വഴിയില്ലാത്തവർക്കും വഴി ചോദിക്കുമ്പോൾ ഞങ്ങൾ വഴി കൊടുക്കാറൊന്നും ബൈബിളെ പറഞ്ഞിട്ടില്ല. വിശക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. അപ്പം മോശമില്ലേ? വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതിയല്ലേ? വഴി കൊടുക്കുമ്പോൾ പൊള്ളും കയ്യേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇല്ലായ്മക്കാരനെ നിന്നോട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ അവരുടെ ആവശ്യമനുസരിച്ചുകൊണ്ട് സഹായിക്കണമെന്നുള്ളതിൻ്റെ അർത്ഥം മൊത്തം അതാണ് സംഭവം. ഉടമ്പടി ഈ യാത്ര പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് തെസി ചേച്ചി പറഞ്ഞത് കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി ഒരുക്കുന്ന പുണ്യഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ നന്ദി പറയും. ശരിയാണത്. എന്താ കാര്യം? അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ പിതാവിൻ്റെ പക്കലേക്കുള്ള വഴിയിൽ കർത്താവ് പറയുന്നുണ്ട് അവിടെ. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയിൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ പട്ടികയിലേക്ക് വരാൻ വേണ്ടി എന്താ ചെയ്യണം? നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? പറഞ്ഞേ. എന്തെന്നാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എൻ്റെ പൊന്നുമക്കളെ, ഈ സംഭവങ്ങളെല്ലാം പരസ്യമായിട്ട് ചെയ്യണതാണ്. മനസ്സിലായല്ലേ? രഹസ്യമല്ല.
പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് മുറിയുന്ന പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഈ പരസ്നേഹ പ്രവർത്തികളിലൂടെയാണ്. പരസ്നേഹ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പ്രഖ്യാപിക്കണം. ഒന്ന് ഏറ്റു പറഞ്ഞ്, എൻ്റെ പരസ്നേഹ പ്രവർത്തികളിലൂടെ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്നെ പരസ്നേഹ പ്രവർത്തികളിലെ വിശേഷവിധിയായി അഭിഷേകം ചെയ്യണം. വിശ്വാസം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ 10 മനുഷ്യരെ കണ്ട ഉടനെ ക്രിസ്തുവിനെ കൈമാറണമെന്നുള്ള ജ്വരം വേണം. 10 മനുഷ്യരെ കണ്ട അപ്പം തന്നെ വിശ്വാസം കൈമാറണം, കർത്താവിനെക്കുറിച്ച് പറയണം. മനുഷ്യൻ എന്താ കാര്യം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയണം. അതിലൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രൈവറ്റ് വിഷയമാണ്. ഇവിടുത്തെ എല്ലാവിധ എത്തേയിസ്റ്റുകളും അതുപോലെ തന്നെ സെക്കുലറിസ്റ്റുകൾ എന്താ പറയണത്? വിശ്വാസം പ്രൈവറ്റാണ്, അതൊക്കെ ഓരോരുത്തരും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അല്ല, ബൈബിൾ അതല്ല പറയണത്. അത് ലോകത്തിൻ്റെ വിശ്വാസം. സത്യവിശ്വാസം എന്ന് പറയണത് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാനുള്ളതാണ്. അല്ല, നിനക്ക് അതിൻ്റെ അകത്ത് ദൈവത്തിന് ഏറ്റു പറയാത്തിടത്തോളം കാലം നീ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കത്തില്ല. അതാണ് വിഷയം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ ത്രേസ്യക്കുട്ടി എന്താ ചെയ്യണത്? അതുപോലെ തന്നെ ഓരോ അവിടെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുവേ, ഞാൻ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ചില പള്ളികളിലൊക്കെ കൃപാസനം പത്രം ഏതെങ്കിലും മൂലക്ക് വെച്ചിരിക്കണ കാണാം. കണ്ട, അവിടെ ആ 1 താലന്തുള്ള കിട്ടിയ ആൾക്കാരുണ്ടേ, പള്ളിക്കൊണ്ടേ വെക്കുന്ന പാർട്ടി അതാണ്. പഴം അടി വെച്ചതിന് പോരും മറച്ചു വെക്കും. അതാണ് ഇവിടെ 1 താലന്ത് കിട്ടിയ ആൾക്കാർ. മടിയനും തുട്ടനുമാണ്. ഈ ഉടമ്പടി എടുത്തതിൽ മടിയനും തുട്ടനുമാണ് പത്രം കൊണ്ട് പള്ളിവാതിക്ക് വെച്ചും പോകുന്ന ആൾക്കാർ. ത്രേസ്യക്കുട്ടി എന്താ ചെയ്യണത്? അത്തരം പത്രങ്ങളെല്ലാം വീണ്ടും കളക്ട് ചെയ്തിട്ട് അവർ വീടാന്തരം കൊണ്ടു നടന്ന് കൊടുക്കും. അതാണ് സുവിശേഷപരം. എന്താണ് അത്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയിപ്പിക്കുകയാണ്. ഞാൻ വെഞ്ചരിച്ച വള്ളം ഒടിഞ്ഞുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ചേക്കുക. വള്ളം കല്ലുപറമ്പൻ ഈ UBC ബോട്ട് ക്ലബ്ബില്ലേ, ചമ്പക്കുളം, അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ വള്ളം വെഞ്ചരിക്കാൻ പറഞ്ഞ്. ഞാൻ അവിടെ ഓടി വള്ളത്തിന് അവിടെ നാളെ ശനിയാഴ്ച കളിയെങ്കിൽ വെള്ളിയാഴ്ച പോയി വെള്ളം വെഞ്ചരിച്ച് 144 കാശ് രൂപ ഞാൻ എല്ലാവർക്കും തുഴക്കാർക്കെല്ലാം കൊടുത്തു, മാതാവിൻ്റെ കാശ് രൂപ. രാത്രി അവരെന്നെ വിളിച്ചു, അച്ഛാ ചതിച്ചച്ചാ എന്ന് പറഞ്ഞു. എന്താ ചതിച്ചെന്ന് പറഞ്ഞു? വള്ളം ഒടിഞ്ഞു പോയെന്ന്. അപ്പം ഞാൻ അന്ന് കൊച്ചച്ഛനാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. ഞാൻ പള്ളിത്തോട്ടി ഇരിക്കുകയാണ്. ഇവർ ആലപ്പുഴ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. രാത്രി ആയപ്പോൾ വള്ളം ഇങ്ങനെ കുത്തി, സ്നേക്ക് ബോട്ടല്ലേ, വെള്ളത്തിലോട്ട് 110 ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം ചാടും. വെള്ളം ചാടി വെള്ളം ചാടുമ്പോൾ പടയേന്ന് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യും? അപ്പോൾ എനിക്കും സങ്കടമായി. എൻ്റെ പൗരോഹിത്യത്തിന് ഏറ്റവും അടിയാണ്. കാര്യം വെച്ചാൽ എല്ലാ അക്രൈസ്തവരും എൻ്റെ അടുക്കുന്നത് ഇങ്ങനെയാണ് കാശുര്യം വാങ്ങിച്ചത്. ക്രൈസ്തവർ അതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അക്രൈസ്തവരായിരുന്നു കൂടുതൽ. അവരെല്ലാം ഇങ്ങനെ ആദരവോടെ മേടിച്ച്. എൻ്റെ സങ്കടം മുഴുവൻ വള്ളം ഒടിഞ്ഞതല്ല എൻ്റെ സങ്കടം, ഈ പാവത്തിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിന് നാണം കെടുത്തിയല്ല എന്നാണ്. എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിൻ്റെ. അപ്പം അവരുടെ മുമ്പിൽ കർത്താവിൻ്റെ ഞാൻ വെഞ്ചരിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയല്ല വട്ടം വെച്ച്. അപ്പോൾ ഞാൻ ബേവിച്ചൻ ഇപ്പോഴും കൃപാസനത്തിലുണ്ട്. ബേവിച്ചനാണ് എന്നെ വിളിച്ചത്, തത്തമ്പള്ളിയിലാണ്. അപ്പോൾ ബേവിച്ചനോട് ഞാൻ ബേവിച്ചാൽ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ബേവിച്ചൻ പറഞ്ഞ് കളക്ടറിൻ്റെ 3 ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് നാളെ കളിക്കാൻ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ പേര് വിളിക്കുമ്പോൾ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കാശും പോകും. ഇത്രയും നാൾ റിഹേഴ്സൽ ചെയ്ത കാശ് മൊത്തം പോകും. പിന്നെ ഇത് മുട്ട വരെ കൊടുത്തിട്ടിരിക്കണ്ട വെള്ളം ഒഴുകാൻ വേണ്ടി, അതെല്ലാം പോയി. പിന്നെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റിബേറ്റ് വെക്കാൻ പോയിടന്ന്. അതായത് ഒരു തെങ്ങ് വെട്ടി പൊളന്നിട്ട് അറുത്തിട്ട് ഈ 2 വള്ളം കൂടി അടുപ്പിച്ച് വെച്ചിട്ട് 2 മുറിഞ്ഞ പൊട്ട് വീണ 2 കഷ്ണം കൂടി വെപ്പിച്ചിട്ട് അകത്ത് റിബേറ്റ് വെക്കുക, അകത്തും പുറത്ത് എന്നിട്ട് റിബേറ്റ് ഇട്ട് മുറുക്കും. അപ്പോൾ എന്ത് പറ്റും? 400 കിലോ കൂടി കൂടും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ 400 കിലോ കൂടുന്നതിന് മുമ്പ് തന്നെ 16 അടി കാരിച്ചാലിനേക്കാൾ താഴെയാണ് ഇവൻ നിൽക്കണത്. അന്ന് കാരിച്ചാൽ പേര് കേട്ട വള്ളമാണ്. അപ്പം റിഹേഴ്സൽ തന്നെ എന്നിട്ടാണ് ഈ വെഞ്ചരിക്കണത്. വെഞ്ചരിക്കുമ്പോഴാണ് ഇത് ഒടിഞ്ഞു പോണത്.
അപ്പോൾ ഒടിഞ്ഞു പോകുമ്പോൾ അപ്പോൾ എന്നിട്ട് തളർന്ന സ്വരത്തിൽ, സങ്കട സ്വരത്തിൽ, അച്ഛൻ കളി കാണാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ഒടിഞ്ഞ വള്ളത്തിൻ്റെ കളി എന്ത് കാണാൻ എനിക്ക്. പക്ഷേ എന്നിട്ട് ഞാൻ പോയി. അന്ന് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല. കാര്യം എനിക്ക് ഗ്യാസ് ഇങ്ങനെ മേലോടെ നിൽക്കുകയാണ്. സങ്കടമല്ലേ, ഈ ആൾക്കാരുടെ മുഖത്തിലൊക്കെ നോക്കും. എന്നിട്ട് ഞാൻ പോയി അവിടെ ഐക്യ മാത്യു എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ടുപോയിരുത്തി, ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടുപോയിരുത്തി. അപ്പോൾ ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോഹം ഇട്ടുകൊണ്ടാകുമ്പോൾ നിൽക്കണം. എന്താ കാര്യം? ഞാൻ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഞാൻ. ഇവിടെയാണ് വിഷയം. ഇത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്, അല്ല വിശ്വാസം ഒളിച്ചു കളിക്കാനുള്ളതല്ല. 3 ലക്ഷം മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ലോഹം ഇട്ടുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ജീവചരിത്രത്തിൽ മുഴുവനുണ്ട്. ഫോട്ടോ എല്ലാം ഞാനെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആളാണ്. എന്ത് സംഭവിച്ചാലും റെക്കോർഡ് ചെയ്യും. അപ്പം ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ വള്ളം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് റേഡിയോയാണ്. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ആരവമാണ് സ്റ്റേഡിയത്തിൽ. അവിടെ ഹെലികോപ്റ്റർ വരുന്നു, ആളെ പൊക്കുന്നു, ആളെ താഴെ വീഴുന്നു, നേവിക്കാരുടെ കയ്യാങ്കളികൾ, ഇതൊന്നും എന്നെ ശ്രദ്ധപ്പെടുന്നില്ല. ഞാൻ കൊന്തയും ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഫിനിഷിംഗ് പോയിന്റിൽ. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് റേഡിയോയുടെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റേഡിയോയുടെ കമൻട്രി വന്നിട്ട് ഒരു 3 മിനിറ്റായിട്ടും ഞാൻ വെഞ്ചരിച്ച വള്ളത്തിൻ്റെ പേര് പറയണില്ല അവർ. അപ്പോൾ ഞാൻ ഓർത്ത് അത് കളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അത് കളിക്കില്ലായിരിക്കും, പോയായിരിക്കും, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് ആ സമയത്ത് പേര് അപ്പോൾ എങ്കിലും എനിക്ക് തോന്നി അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ മുട്ടേ നിൽക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ മുട്ടേ നിന്ന് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉടനെ ചമ്പക്കുളത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി കർത്താവ് ലൈനിലായെന്ന്. പിന്നെ ഞാൻ നിന്നില്ല. അതായത് നമ്മളെൻ്റെ മക്കളെ നിങ്ങൾ ഇരുന്ന് ഈ ആട് പ്രസവിക്കണ പോലെ കിടന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, അതൊക്കെ എപ്പോഴും ഓർത്തേക്കണം. പ്രാർത്ഥനയുടെ ഓരോ പൊസിഷനുണ്ട്. അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. അല്ല പ്രാർത്ഥിച്ചാൽ പോരെ, എവിടെ ഇരുന്നാൽ എന്താ, ഭിത്തിയെ ചാരിയാൽ എന്താണ്, കിടന്നാൽ എന്താണ്, മലന്ന് കിടന്ന് പ്രാർത്ഥിച്ചാൽ എന്താ, അങ്ങനെയല്ല. ഇതിൻ്റെ പൊസിഷൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. നീ മുട്ട നിൽക്കുമ്പോൾ അത് 10 മനുഷ്യരവിടെ ഉണ്ടെങ്കിൽ ദൈവം മഹത്വപ്പെടും. ദൈവം മഹത്വപ്പെട്ടാൽ പിന്നെ ദൈവം നിന്നെ ഓൺ ചെയ്യാൻ തുടങ്ങും. ഇതാണ് വിഷയം. നിന്നെ ഓൺ ചെയ്ത് അപ്പോൾ എനിക്ക് മുട്ട എന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ പേര് വന്നപ്പോൾ ഈ ഒപ്പക്കാരിച്ചാലും ഇതുപോലെ തന്നെ കല്ലുപറമ്പനും വേറെ 2-3 വള്ളങ്ങളും നെഹ്റു, അനാരി ചുണ്ടൻ, ഇതെല്ലാം ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വള്ളവും അത്ഭുതകരമായിട്ട് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. പക്ഷെ പുറകിലാണെന്ന് എനിക്ക് അപ്പോൾ അടുത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി ഈ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിക്കണമെന്ന്. ഞാൻ ഉടനെ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിച്ചത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഒടിഞ്ഞ വള്ളത്തിനെ എടുത്ത് പൊക്കി അപ്പുറത്തിട്ട് ഫിനിഷ് ചെയ്ത് ഫസ്റ്റായിട്ട്. അതുകൊണ്ട് തീർന്നില്ല. അപ്പം എനിക്ക് അഭ്യാസം മനസ്സിലായില്ലേ, മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുകയാണെന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന്. അത് പന്ത് കളിയാലും ശരി, പള്ളം കളിയാലും ശരി, എന്ത് കളിയാലും ശരി. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പരീക്ഷയായാലും ശരി, പഠനമായാലും ശരി, നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം ആദ്യം. അല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വേഷം, പുറത്ത് വരുമ്പോൾ വേറൊരു വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രോഡാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസം എന്ന് പറയണത് ഒരു പരസ്യമായ ഏറ്റുപറച്ചിലാണ്. അതിന് കുറച്ച് തുരിക്കട്ടിയും വേണ്ടി വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ക്രിസ്തുവിനെ കൊടുക്കലും കൈമാറലാണ്. അല്ല മുറിയിരുന്നുകൊണ്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും പുസ്തകം നോക്കി വായിക്കുന്ന പരിപാടിയൊന്നുമല്ല അത് കർത്താവിനെ യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്താണ്? എൻ്റെ കർത്താവ് മരിച്ചവനെന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന്. അതിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് പ്രാർത്ഥന. അല്ലാത്ത പ്രാർത്ഥനയല്ല. ശ്രുതികടേ കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. മരണ
2:30 മണിയായി 3:30 മണിയായി ഫസ്റ്റ്. ഇത് 16 വള്ളങ്ങളുണ്ട്, 4 വെച്ച് 4 ഇത്രയും ട്രാക്കിൽ എത്ര ഹിറ്റ്സ് ഉണ്ട്. വൈകുന്നേരം 5:30 സംഭവം തീരണത്. അപ്പോഴും ഈ ഒന്നാമത് കിട്ടിയ 4 വള്ളങ്ങൾ അവസാനം ഒരുമിച്ച് മത്സരിക്കും. അപ്പോഴും ഞാൻ ഇതേ പരിപാടി തന്നെ ചെയ്തു. എന്നിട്ട് ആ ഒന്നാമത് മത്സരിച്ച് അതായത് ഒന്നാം സ്ഥാനത്ത് വന്ന 4 വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനത്തായിട്ടാണ് അവസാനം കല്ലിപ്പറമ്പ ഫിനിഷ് ചെയ്യണത്. അതെല്ലാം വിശ്വാസത്തിൻ്റെ ഒരു എന്നൊക്കെ ഓർക്കണം. റിബേറ്റ് വെച്ച വള്ളമാണ്. റിബേറ്റ് വെക്കണ മുമ്പ് തന്നെ അത് ഒറ്റ വള്ളമാണ് ഈ സംഭവം. ഈ തോൽവി എന്ന് പറയുന്ന സംഭവം അതാണ് ഈ കത്തിരിക്കുട്ടി പറയുമ്പോൾ, ഈ ത്രേസ്യക്കുട്ടി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും. അമ്മ എൻ്റെ പൊന്നമ്മ തോറ്റമ്മ എന്ന് പറയും നീ വാ നിനക്ക് പ്രാർത്ഥന ചെയ്യിപ്പിക്കാമെന്ന് പറയും. എല്ലാ പിള്ളേരും വന്ന് ഇവിടെ പറയത്തില്ലേ, അച്ഛാ 5 എഴുതി അച്ഛാ 10 എഴുതിയെന്ന് പറയും. സാറിൽ എഴുതി നമ്മൾ കള്ളിട്ട് അടിക്കും. എന്താ കാര്യം? ഇനി നിന്നെക്കൊണ്ട് പറ്റത്തില്ല, പറ്റിക്കണ ആൾ നിൻ്റെ കൂടെ വരുമെന്ന് എൻ്റെ അർത്ഥം. ഇനി നീ എഴുതിയാൽ ശരിയാകത്തില്ല, നീ അതിനെ വിഷമിക്കണ്ട, ഇതൊക്കെ ശരിയാക്കേണ്ട ഒരാളുണ്ട്. അപ്പോൾ ത്രേസ്യക്കുട്ടിയുടെ മകൻ ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവന് കല്യാണപ്രായം കഴിഞ്ഞായിരുന്നു, 10-27 വയസ്സായി. അപ്പോൾ ത്രേസ്യക്കുട്ടി പറഞ്ഞ് അപ്പനാ മരിച്ച കുഞ്ഞുനാളിൽ ഇപ്പോൾ ഇവിടെ ഉത്തരവാദിത്തമാണ് മകനെ കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ ത്രേസ്യക്കുട്ടി കർത്താവിനോട് പറയും, എൻ്റെ മകന് പെണ്ണ് വേണമല്ല. ഇതാണ് സംഭവം, ഇത് ബന്ധമാണ്, ഇതാണ് ബയോളജിക്കൽ റിലേഷൻ. എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറയും. അതാരോട് പറയാം? പറയേണ്ട പട്ടി പറയണം. ഈ മകനെ തന്നാളില്ലേ അവരോടല്ലേ ആദ്യം പറയേണ്ടത്, അല്ല നാട്ടുകാരോട് നടന്നാണ് പറയേണ്ടത്. എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറഞ്ഞാൽ ആരോടാണ് പറയേണ്ടത്? ആ മകനെ തന്നാളിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അമ്മയും മകനും കൂടി ഒരു ബാംഗ്ലൂരിൽ ഒരു കാറ്ററിങ്ങിന് പോകും. കാറ്ററിങ്ങിന് പോകുന്ന സമയത്ത് അതൊരു ഈ പട്ടാളക്കാരുടെ പ്രോഗ്രാമാണ്. നാവികസേന, അതുപോലെ തന്നെ വേറെ ഈ കരസേന, പിന്നെ എയർഫോഴ്സ് എല്ലാവരും കൂടി ഒരു സമ്മേളനമാണ്. അപ്പോൾ അവിടെ കാറ്ററിങ് കൊടുക്കുന്നതിൻ്റെ HR ഉണ്ട്. HR ഭക്ഷണങ്ങളെല്ലാം ആൾക്കാർ വിളമ്പിക്കഴിഞ്ഞപ്പോൾ HR വന്നിട്ട് സ്റ്റേജിൽ വെച്ചും പറയും, അവർ ലേഡിയാണ് അവർ പറയും, ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറയും. ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടും. ഉടനെ അവളുടെ പേരും ഫോൺ നമ്പറും കുറിച്ചിട്ട് വീട്ടിൽ വന്ന് വെച്ചും വിളിക്കും, എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും. കാര്യം മനസ്സിലായില്ലേ? ഒരു സാധനം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്ക് ഇതെന്ത് കോമഡിയാണെന്ന്. കോമഡി തന്നെ, പക്ഷേ ആ വിഷയം പോണത് എന്താണ്? അവൾ പറഞ്ഞിട്ട് റെഡിയാണെന്ന് പറയും. അവളവിടെ എഴുതിയിട്ടിരിക്കണേ എന്താ? ബോർഡ് എഴുതിയിട്ടിരിക്കണേ എന്താണ്? നിങ്ങളുടെ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ HR ആയ എന്നെ അറിയിക്കണം. ഫോൺ നമ്പറും പേരും എഴുതും. അവൻ ആ പേരും ഫോൺ നമ്പരോട് കുറിച്ചിട്ട് വീട്ടിൽ വന്ന് വെച്ചും ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറയുകയും, ഞാൻ എൻ്റെ ബയോഡേറ്റ ഇതാണ്, നിങ്ങളെ അൺമാരീഡ് അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെന്ന് പറയണമെന്ന് പറയും. ഉടനെ അവൾ ബയോഡേറ്റ നോക്കി ഞാൻ പറയും, എനിക്കിഷ്ടമാണ്, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ അമ്മായിയമ്മ ഈ ത്രേസ്യക്കുട്ടി, എൻ്റെ മകൻ്റെ കല്യാണപ്രായമായി, അവനെ കെട്ടിക്കേണ്ട ഈശോ എന്ന് ചോദിക്കുമ്പോൾ അതിന് റെഡിയാണ് അതിന് മറുപടി പറയാം ഈശോ. അതാണ് ജൈവബന്ധം എന്ന് പറയണത്. ഉടമ്പടി എങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു പിടിയില്ല, അത്രയ്ക്ക് ഇടിവെട്ട് പോക്കാ പോണത്. എല്ലാം നിനക്ക് തുറന്ന്, എല്ലാം നിനക്ക് ആരോടും പറയാനേക്കാൾ സ്വകാര്യമായിട്ടും സുരക്ഷിതമായിട്ടും നിനക്ക് സംസാരിക്കാൻ വേണ്ടി നിന്റെ ദൈവം നിന്റെ കൂടെ. കൈയടിക്കട്ടെ ശ്രുതികളല്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ കല്യാണത്തെക്കുറിച്ച് ത്രേസ്യക്കുട്ടി എന്താ പറഞ്ഞെന്നറിയാവോ? എനിക്ക് കിട്ടിയ മരുമകളില്ലേ മാതാവിൻ്റെ സ്വന്തം ആളാണെന്ന്. മാതാവിനോടുള്ള ആഴമായ വിശ്വാസത്തിലുള്ള സ്ത്രീയെ തന്നെയാണ് ഈ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ എൻ്റെ ദൈവം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നണമെന്ന് നോക്കിയേ. നിങ്ങളുടെ എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ മറുപടിയുണ്ട്. എന്ത് ചോദിച്ചാലും അതിൻ്റെ തക്ക സ്യൂട്ടബിളായിട്ടുള്ള പേഴ്സൺ, സ്യൂട്ടബിളായിട്ടുള്ള ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഒക്കട്ടെ എന്നുള്ള രീതിയിൽ ഉടമ്പടി ഉഴപ്പണം കൊണ്ടാണ് സംഭവിക്കണത്. ഉടമ്പടി എന്ന് പറയണത് വേണേൽ മറച്ചു വെക്കാം, വേണേൽ നമുക്ക് കൽപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യാം.
പക്ഷേ ഉടമ്പടി ക്രാക്ക് ചെയ്യണത് വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ്. വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ് ഈ കോൾ ടു ഇൻറ്റിമസി വരണത്. ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കണം എന്നൊക്കെ ഞങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ ചുമ്മാ പുസ്തകത്തിൽ എഴുതുന്ന പുസ്തകം എഴുത്ത് തൊഴിലാളികൾ, ഞാനും പുസ്തകം എഴുതുന്ന ആളാണ്. എഴുതുന്ന അത് വേറെ ഒരു ലോകമാണത്. എഴുതുന്നതല്ല പ്രശ്നം, ജീവിക്കുന്നത് വേറെ വിഷയമാണത്. നിങ്ങൾ എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റിമസി എന്ന് പറഞ്ഞ സംഭവം, അതായത് ആത്മബന്ധം എന്ന് പറയണത്, ആ ബന്ധം നമ്മൾ പറഞ്ഞ ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. യേശു കർത്താവാണെന്ന് പറയണതിന് മുമ്പ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. തെസിക്കുട്ടി വേറെ ഒരു പരിപാടി ചെയ്യും. തെസിക്കുട്ടി കർത്താവിനെ പറയും, മകൻ്റെ കല്യാണമൊക്കെ വന്നിട്ടുണ്ട്, വീടൊക്കെ കുളമായി കിടക്കണമെന്ന് പറയും. മകൻ്റെ കല്യാണം സെറ്റായി, പക്ഷേ വീട് പോക്കാണ്, പഴയ വീടാണ്, മതിലും കെട്ടിയിട്ടില്ല. അപ്പോൾ മതിൽ കെട്ടാൻ വേണ്ടി ലോൺ അനുവദിച്ച് കിട്ടും. ലോൺ അനുവദിച്ച് കെട്ടി മോളിൽ വരും. ഫ്രണ്ടിൽ വരുമ്പോഴുണ്ട് നാട്ടുകാരെല്ലാം കൂടി തേസിക്കുട്ടി വടിവാളൊക്കെയായിട്ട് വരും. എന്താണ്? അതിർത്തി തർക്കമാണ്. ഫ്രണ്ടിൽ കെട്ടിക്കത്തില്ല. ഫ്രണ്ടിൽ കെട്ടിക്കാത്ത പുള്ളിക്കാരത്തി കുലുങ്ങിയില്ല. ആൾക്കാരെല്ലാം കൂടി 21 പേർ കൂടി ചേർന്ന് മാസ് പെറ്റീഷൻ എഴുതിക്കൊണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുത്ത് തെസിക്കുട്ടി ആ പെറ്റീഷൻ കൊണ്ട് ആൾക്കാർ പോയി. എന്താ ചെയ്ത്? ഇവർ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവിടെ മുഴുവനും വിശ്വാസപ്രമാണം ചെല്ലി തളിച്ച് അതിർത്തെ. ഇവിടെ ഉപ്പ് തളിച്ചുള്ള ഗുണം എന്താ? ഇനി എനിക്ക് ഭർത്താവ് മരിച്ച ആളാണ്, എൻ്റെ ഒരു ആമകനാണ് ഉള്ളത്, അവനെ കൊണ്ട് കൊല കൊടുക്കാൻ എനിക്ക് കഴിയില്ല. നമുക്ക് ഉടമ്പടി കാശ് ഒരു വാനം പെട്ടി വന്ന് അളന്നു കൊടുത്തിട്ട് ഇഞ്ചെന്ന് പറയണത് ഉടമ്പടിയിൽ അതായത് നിങ്ങൾക്ക് ഉടമ്പടി ഏതെങ്കിലും വിധത്തിൽ ക്രാക്കാകുന്നില്ലെങ്കിൽ അത് എക്സിക്യൂഷൻ്റെ പ്രശ്നമാണ്. അത് പ്രയോഗിച്ചിരിക്കുന്ന രീതി വന്നിരിക്കുന്നതാണോ? നിങ്ങൾക്ക് ഒന്നാമതിൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയ പാർട്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കണേ. ഉടമ്പടിക്ക് ബാധ്യതയെ മാറിയിരിക്കണത് ആ മോളിൽ ക്ലാസ് എടുത്ത സമയത്ത് ഉറങ്ങിയ ആൾക്കാരും ഉടമ്പടി ധ്യാനം അപ്ഡേറ്റ് ആയിട്ട് കൂടാത്ത ആൾക്കാരുമാണ് ഉടമ്പടിക്ക് ബാധ്യത. ഉടമ്പടി വൃത്തിമേനമായിട്ട് ചെയ്തിരിക്കുന്നവരെ, വിശേഷവിധിയായി ഉടമ്പടി ചെയ്യുന്നവരെ, ഉടമ്പടിയായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എംപവറാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ദൈവം അവരുടെ ഇവർക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടാകണമെന്ന് ചോദിക്കുക, ആ വിഷയങ്ങളെല്ലാം അവർ നിർവഹിക്കുന്ന രീതികൾ കണ്ടില്ലേ? അത് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും, അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം നേരിട്ട് ചെയ്യും. ഉപ്പൊക്കെ നമുക്ക് എല്ലാവരും കൊണ്ട് ഉപ്പൊക്കെ ഇടുന്നുണ്ട്, അത് കഥയൊന്നുമില്ല. നിങ്ങൾക്ക് ബന്ധമില്ലാത്തതിന് ഉപ്പിടാനൊന്നും പോകരുത്. ബന്ധമാണ് ഇതിനൊക്കെ എല്ലാം പ്രശ്നം. ദൈവമായിട്ട് വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. ആ വിശ്വാസം പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉടമ്പടിയിലെ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിന് വേണ്ടി ജീവിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങൾ ആൾക്കാർ പങ്കിട്ട് കൊടുത്ത് ആൾക്കാർക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഗ്രീൻ ചാനലിലേക്ക് വരണം. എന്നാൽ പിന്നെ എല്ലാം വർക്കൗട്ട് ചെയ്യും. ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് നിങ്ങളോട് പറയുമ്പോഴേ, ഉടമ്പടിയുടെ പ്രാരംഭകാലത്ത് എവിടെയെങ്കിലും ഒരു അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ വേണ്ടിയാണ് പറയണത്. അത് പുതുക്കിയിട്ട് നിങ്ങൾ ഉടമ്പടിയുടെ എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്, അത് തെറ്റ് തിരുത്തിയിട്ട് മുമ്പത്തേക്കാൾ സ്നേഹത്തോടെ, മുമ്പത്തേക്കാൾ വിശ്വാസത്തോടെ, മുമ്പത്തേക്കാൾ പ്രത്യാശയോടെ ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിലേക്ക് നിങ്ങൾ ഉടമ്പടി പുതുക്കാനാണ് പറയണത്. അല്ലാതെ അവിടെ കൊണ്ട് കുറിപ്പിച്ച് 10 മേടിച്ചിട്ട് പോണ ഏർപ്പാടല്ല. സാക്ഷ്യം പറയാൻ പോലും നിൽക്കണില്ലല്ലോ ആൾക്കാർ. സാക്ഷ്യമുണ്ട്. അവിടുത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ, മോളിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ സാക്ഷ്യമില്ല. സാക്ഷ്യമുണ്ട്, പക്ഷെ നിൽക്കാൻ അറിയില്ലെന്നും. ദൈവത്തിന് അറിയാവില്ല. നിങ്ങൾക്ക് അവസരം തന്നിട്ട് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ആൾക്കാരോട് ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ അവർക്ക് സാക്ഷ്യം പറയാനുള്ള അഭിഷേകമുണ്ട്. അവർക്ക് ചെറുതാണെങ്കിലും എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം ഇല്ലാത്തവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരോട് സാക്ഷ്യം പറയാൻ പോകുമ്പോൾ വണ്ടിക്കാരെ വിളിക്കണം എന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിനെ പറ്റിച്ചു പോവുകയാണ്. എന്താ കാര്യം? അവന് ദൈവം അനുഗ്രഹിച്ചതാണ്, അവളെ ദൈവം അനുഗ്രഹിച്ചതാണ്. അവൾക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം, സാക്ഷ്യം ദൈവത്തെ പരിവർത്തന പ്രാധാന്യം വേറെ ആരോ ആണ്, വേറെ എന്തോ ആണ്. എന്നാൽ
എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളവർ പറയേണ്ട സമയത്ത് കർത്താവ് പറയേണ്ട പോലെ പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമാമത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ഉയർത്തി. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ യേശുവേ നിന്റെ നാമ മഹത്വത്തിനും ദൈവരാജ്യ വിസ്തൃതിക്കും വേണ്ടി ഉപയോഗിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. നിന്റെ സാക്ഷികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കേട്ടത് കർത്താവിൻ്റെ താലന്തുകൾ വ്യക്തിബന്ധി എന്നതിനേക്കാൾ ഉപരി അത് മോർ റീസണബിളായി വരണത് വിഷയബന്ധിയാകുമ്പോഴാണ്. കർത്താവ് ഒരു വ്യക്തിക്ക് തന്നെ ചില കാര്യങ്ങൾക്ക് 5ഉം ചില കാര്യങ്ങൾക്ക് 2ഉം ചില കാര്യങ്ങൾക്ക് 1 താലന്തുമാണ് കൊടുക്കുന്നത്. ത്രേസ്യക്കുട്ടിക്ക് 1 താലന്തുള്ളത് 2 മേഖലയിലാണ്. ഒന്ന്, അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവിടെ ഭർത്താവ് മരിച്ചു. കുടുംബജീവിതത്തിൽ അവർക്ക് 1 താലന്തേ ഉള്ളൂ. അവർ മണ്ണിപ്പൂത്തി വെച്ചില്ല. ഇതിൻ്റെ ദുർവിധിയാണെന്നും പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിൽ ആശ്രയിച്ച് അവളത് 1 10 എടുക്കണ കാണാൻ നമ്മൾ. വിശ്വാസമുള്ളൊരു മകനെ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസമുള്ള മകൻ കൂടി ത്രേസ്യക്കുട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ മനോഹരമാണ്. പക്ഷെ അത് 1 താലന്തായിരുന്നു. ത്രേസ്യക്കുട്ടി വളർത്തിയെടുത്ത 10 താലന്താണത്. ആ 1 താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവിനെ കൂടി ചേർത്തുകൊണ്ട് വലതുവശത്തൊരു 0 ചേർത്ത് അത് 10 എടുക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഭർത്താവ് മരിച്ചെങ്കിൽ അത് തളർന്നില്ല. 1 താലന്ത് പിന്നെയുള്ള ആരോഗ്യ മേഖലയിലാണ് ത്രേസ്യക്കുട്ടിക്ക്. കാര്യം മൂത്രത്തിലൂടെ അൽബീമിൻ ആ പ്രോട്ടീൻ ലീക്ക് ചെയ്തിട്ട് മൂത്രത്തിൽ പതയാണ്. അത് കിഡ്നി കംപ്ലൈൻ്റാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ 1 താലന്തേ ഉള്ളൂ. ഈ 1 താലന്തിനെ 10 എടുക്കണത് ത്രേസ്യക്കുട്ടി ഉടമ്പടി ചെയ്തുകൊണ്ടാണ്. ഉടമ്പടി ചെയ്തിട്ട് ഈ കിഡ്നിയുടെ അസുഖം എന്നെ കാണിക്കുമ്പോൾ അവിടെ ഓഫീസിൽ കാണിക്കുമ്പോൾ ചീട്ട് കിട്ടും. ചീട്ട് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ത്രേസ്യക്കുട്ടി തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിരിക്കുന്ന സൈത്തിൽ ത്രേസ്യക്കുട്ടി കൈ മുക്കിയിട്ട് ബാത്റൂമിൽ പോയിട്ട് അത് വയറിൽ പുരട്ടിക്കൊള്ളാൻ പറയും. അന്ന് രാത്രി പദം നിൽക്കും. അന്ന് രാത്രി കിഡ്നി സുഖപ്പെടും. 15 കൊല്ലമായിട്ടുള്ള കിഡ്നിയുടെ പ്രോട്ടീൻ പോണതാണ് ഒറ്റ ഉടമ്പടി കൊണ്ട് കർത്താവ്. അതായത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ 1 താലന്ത് എനിക്ക് കിഡ്നി രോഗമാണ്,
എനിക്ക് ഭർത്താവില്ല, എനിക്ക് കിഡ്നി രോഗമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അളിഞ്ഞ മോന്തമായിട്ട് വീട്ടിൽ ഇരിക്കുകയല്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇതുങ്ങൾ ഞാൻ എങ്ങനെ വളർത്തിയതെന്ന് ദൈവത്തിന് പോലും അറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, ആ ഒരു താലന്തുള്ളതെല്ലാം ഇവൾ 10 എടുക്കും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വാസം പ്രാർത്ഥനയാക്കി, വിശ്വാസം പ്രഖ്യാപിച്ചു, വിശ്വാസം പ്രയോഗമാക്കും. അതാണ് ഉപ്പ് കാശുരൂപൊക്കെ വിശ്വാസം പ്രയോഗമാക്കലാണ്. പക്ഷെ പ്രയോഗമാക്കുന്നതിന് മുമ്പ് നിങ്ങളത് പ്രാർത്ഥനയും പ്രഖ്യാപനവും ആക്കണം. പ്രഖ്യാപനം വിശ്വാസം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ, പിന്നെ കൗദാസിക ജീവിതത്തിലൂടെയാണ് വിശ്വാസം പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. വിശ്വാസം പ്രഖ്യാപനമാക്കുന്നതിനാണ് നിങ്ങൾ രോഗികളെ പോയി കാണുന്നതും പത്രങ്ങൾ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുന്നതും. വിശ്വാസം പ്രയോഗിക്കുന്നതാണ് ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പും. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇതിലൂടെയെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവുമായിട്ട് നിങ്ങളെ ഒരു ആത്മബന്ധം ഉണ്ടാക്കുകയാണ്. ഇത് പരസ്യമായ മേഖലയിലാണ് ഇത് വർക്ക് ചെയ്യാൻ നല്ലത്. അപ്പം അത് മറ്റു മനുഷ്യരുണ്ടാകണം. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ, അപ്പോൾ എന്ന് വെച്ചാൽ നിത്യത വരെ ഏറ്റുപറയാവുന്നതാണ്. ഈ ഭൂമി മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ നിത്യത വരെ ഞാൻ നിങ്ങളെ ഏറ്റുപറയുമെന്നാണ് പറയുന്നത്. അതെല്ലാം നടപ്പിലാകുന്നത് ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി പ്രയോഗം, ഉടമ്പടി പ്രഖ്യാപനം, ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് ആർക്കും വിശ്വസിക്കാം, ആർക്കും പ്രഖ്യാപിക്കാം, ആർക്കും പ്രാർത്ഥിക്കാം. അതിന് ക്രിസ്ത്യനാകണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റുന്നത്. പക്ഷേ ആ വിശ്വാസം അനുഷ്ഠിക്കുന്ന വിശുദ്ധിയും അതുപോലെ തന്നെ വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രയോഗവും വിശ്വാസ പ്രഖ്യാപനവും നിലനിർത്താൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, വിശ്വാസത്തോടെ തന്നെ ഒരു കൈ നെഞ്ചത്ത് വെച്ച് ഒരു കൈ ശിരസിൽ വെച്ചുകൊണ്ട് നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് കടക്കാം. മനസ്സിലറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം, അല്ലാത്തൊരു സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്വരത്തിലായിരിക്കണം എല്ലാം. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് നിന്റെ തിരുമുറുപാർന്ന വലത് കരം, കർത്താവ് ആണിപ്പെടുതാറുന്ന അത്ഭുതകരം അങ്ങയുടെ ശിരസ്, അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, എല്ലാ കൊശങ്ങളിലും പേശികളിലും ത്വക്കുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരവേദികൾ, കോശങ്ങളിലുള്ള രോഗങ്ങൾ, പേശികളുടെ രോഗങ്ങൾ, അസ്ഥികളുള്ള രോഗങ്ങൾ, അസ്ഥിസന്ധികളിലുള്ള രോഗങ്ങൾ, വാദ്യരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും ഈ ആരാധനയിലൂടെ ദൈവത്തിന്റെ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. കൈയെടുക്കുക, കൈ നെഞ്ചത്ത് സ്വസ്തിക പോലെ ചേർത്ത് നമുക്ക് ഹോൾ ബോഡി, പുതിയ എല്ലാ ജീവിതവും കർത്താൻ സമർപ്പിക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ. മനുഷ്യൻ്റെ ജീവിതം തന്നെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണ്. ചില ഡേറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ചില ഡേറ്റുകൾക്കുള്ളിൽ വിസ വരണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റത്തില്ല. ചില ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ ചിട്ടി വീഴണം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കൊണ്ട് കണ്ടുപോകും, ജപ്തിയായി പോകും.
എല്ലാം ഡേറ്റിലാണ് നിൽക്കുന്ന ജീവിതം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമയത്തിൻ്റെ മാതാവ്, സഞ്ചാരി മാതാവ് എന്ന അമ്മയെ വിളിക്കണ കാര്യം അതാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, സമയത്തിന്റെ മാതാവേ, സമയത്തിന്റെ മാതാവേ, സഞ്ചാരി മാതാവേ, സഞ്ചാരി മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക തീയതികളെ ആ തീയതികളിലെ നടക്കേണ്ട കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവിനെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ യാത്രകള്, ഞങ്ങളുടെ പഠനങ്ങള്, ഞങ്ങളുടെ ജോലികള്, ഇന്റർവ്യൂകള്, ടെസ്റ്റുകള്, പരീക്ഷാ ഫലങ്ങള്, സ്ഥലവിൽപ്പനകള്, വിവാഹം, ഗർഭധാരണം, പ്രസവം, സ്ഥലം കൈമാറ്റങ്ങള്, സ്ഥലം മാറ്റങ്ങള്, അങ്ങനെ ജീവിതത്തോട് ബന്ധപ്പെട്ട സാമ്പത്തിക മേഖലകള്, സർക്കാരിന്റെ മേഖലകള്, യാത്രാ മേഖലകള്, എല്ലാ മേഖലകള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മക്കളൊന്ന് കൈകൾ കൂപ്പി മുട്ടേ നിന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകള് ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ. കുഞ്ഞുങ്ങളുടെ രോഗങ്ങള്, ഗർഭിണികളുടെ രോഗങ്ങള്, കൂടെ അബോർഷൻ സംഭവിക്കുന്ന അവസ്ഥകള്, വിവാഹം ഒത്തുവരാത്ത അവസ്ഥകള്, കോടതികളിൽ കേസിലായിരിക്കുന്ന വിവാഹങ്ങള്, വിവാഹം പിരിയാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തിരിക്കുന്നവര്, അന്യൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നവര്, സ്വന്തം ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും വിശ്വസ്ത പുലർത്താത്ത സാഹചര്യങ്ങള്, തിന്മയുടെ ദുശ്ശീലങ്ങളുള്ളവര്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട, കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജപ്തി നേരിടുന്ന പറമ്പുകള്, വിൽക്കാനുള്ള പറമ്പുകള്, വീട് സ്ഥലം പോലും ഇല്ലാത്തവര്, വീട് സ്ഥലവും ഇല്ലാത്തവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, അന്യായമായ അല്ലാതെയും കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവര്, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് മക്കളെ പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അതിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലാത്തവർ, വീട് സ്ഥലമില്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, മക്കളില്ലാത്തവർ, ഭാര്യാഭർത്തക്കന്മാർ തമ്മിൽ പിരിയുന്നവർ, ദുശ്ശീലങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും കഷണ്ടിയായിട്ടുള്ളവർ, കർത്താവേ, ശരീരം ക്ഷീണിച്ചത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ടും, രോഗം വന്നു പോയത് കൊണ്ടും, കല്യാണം ഒത്തുവരാത്തവർ, അങ്ങനെ എല്ലാവരും കർത്താവ്, സമ്പത്ത് കിട്ടാനോടൊന്നും കിട്ടാത്തവർ, സമ്പത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവർ, സമ്പത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും സമർപ്പിക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. വീട് സ്ഥലവും നിർമ്മിതിയിലിരിക്കുന്നവർ കർത്താവ്, നിർമ്മിതി വീട് സ്ഥലം പണിതിട്ട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയവർ, വിദേശത്ത് പോകാനുള്ളവർ, വിദേശത്ത് വരാനുള്ളവർ,
കഥ വരാൻ പറ്റാത്തവർ, നിയമതടസ്സമുള്ളവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സങ്ങളെയും ഈ ആരാധനയിലൂടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഇവിടെ വരെ നിങ്ങൾ ഈ ധ്യാനം കൂടുമ്പോൾ തന്നെ ധ്യാനം ഷെയർ ചെയ്യണം. എപ്പോൾ ധ്യാനം കൂടിയാലും എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾ അപ്പം തന്നെ പ്രേക്ഷിത പേര പരസ്യമായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഇത് ഷെയർ ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കർത്താവിന് അറിയാത്തത് അറിയട്ടെ. നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ഒത്തിരി പേരുണ്ട്. വലിയ ദൈവാനുഗ്രഹമാണത്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടൻറ്റുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പ് ചെയ്യുന്ന റീൽസ് ഇടുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവ് റീൽസ് ഇടുന്നവർ, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നവർ, വാട്സപ്പിലൂടെ കൃപാസനം പ്രചരിപ്പിക്കുന്നവർ, ധ്യാനത്തേക്ക് ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുന്നവർ, എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ, അവരുടെ ക്യാമറയെ, അവരുടെ സന്മനസ്സിനെ, അവരുടെ സമർപ്പണത്തെ കർത്താവിൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ പ്രചരിപ്പിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് നമ്മളെ ഒരുക്കുന്ന വലിയ പാഠശാലയായ കൃപാസനത്തിലേക്ക് മരിയൻ ഉടമ്പടി വഴി നമ്മളെ ക്ഷണിച്ച ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിൻ്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ